I cannot, of course, take names, but a very seasoned leader of RCM. I was talking to his wife, and she told me that I have got all the money in the world. I can lay my hands on anything and I can buy that. The only thing is, I don't feel good about buying it because the credit cards are all in my husband's name. If I swipe a card and the message will be going to my husband's number, I just feel that what will my husband think, that I am just whiling away and I'm spending the money uselessly. So I said okay. Then she said she is working with some app based something where she gives out her talent in singing and drawing and painting and stuff. Something she's doing, and she's earning some 10,000-12,000 rupees a month from that app, and she's very happy with that money. She says, that is my money, I can use it the way I want to. I don't have to ask him, I don't have to tell him that that's entirely my money. So she was not happy with those lakhs which her husband gets every month. She was more happy with that 10,000-12,000 that she feels is her money. So when we talk about empowering women for money and for health both, it is very different from empowering a boy or a man with health and wealth, because wealth has a very different meaning for a lady. It gives her wings, that is what I would say. It gives her a capacity and ability to be herself. Sorry, Srilata, get all that. Okay, ma'am, മനീഷ മാം ഈ സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതൊരു വ്യത്യസ്തമായ ഒരു സെഷൻ തന്നെയാണ്. അതായത് സ്ത്രീ ശാക്തീകരണം എന്ന് ഉദ്ദേശിക്കുന്നതിലൂടെ ആദ്യം മാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെൺകുട്ടികളുടെ ശാക്തീകരണമാണ്. അതായത് എങ്ങനെയാണ് നമ്മൾ പെൺകുട്ടികളെ ധനവും ഹെൽത്തും, അതായത് ആരോഗ്യവും സമ്പത്തും പെൺകുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാൻ നമുക്ക് സാധിക്കും, അതാണ് മാം ഇവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മാം കഴിഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്ത ഒരു ചെറിയ ഒരു മീറ്റിംഗിന്റെ കാര്യം പറയുകയുണ്ടായി. 40 പേരോളം പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗിൽ സംസാരിച്ചു വന്നപ്പോൾ സ്ത്രീ പുരുഷൻ എന്നുള്ള രീതിയിൽ സ്ത്രീകള് എംപവർ ആകണമെന്നും സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടണമെന്നും ഒക്കെ സംസാരിച്ചു. മെയിൽസ്, അതായത് ആണുങ്ങളെ ആ ഒരു തരത്തിൽ കാണണ്ട. മാം പറയുന്നത് ആ ഒരു രീതിയിലല്ല നമ്മൾ കാണേണ്ടത്. ഇവിടെ നമ്മള് സ്ത്രീയും പുരുഷനും ഒന്നിച്ചിറങ്ങുമ്പോൾ സ്ത്രീക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പുരുഷൻ അത് ചെയ്ത് കൂടെ നിൽക്കണം. അതാണ് മാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിക്ക് പണവും അതായത് ആരോഗ്യവും രണ്ടും കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. പിന്നെ ഒരു ചെറിയ ഉദാഹരണം മാം പറഞ്ഞതാണ്. ആ ഉദാഹരണം പറഞ്ഞത് മാം ഈ അടുത്ത ദിവസം ഒരു RCM ലീഡറിന്റെ ഭാര്യയുമായി സംസാരിക്കുകയുണ്ടായി. അപ്പം വൈഫ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്റെ ഹസ്ബൻഡിന് ഇഷ്ടം പോലെ പണമുണ്ട്, ഇഷ്ടം പോലെ സമ്പാദ്യമുണ്ട്, പല ബാങ്കുകളിൽ ഇഷ്ടം പോലെ പണം കിടപ്പുണ്ട്, ക്രെഡിറ്റ് കാർഡ് എല്ലാം ഇരിക്കുന്നത് ഹസ്ബൻഡിന്റെ കയ്യിലാണ്. അപ്പം ആ ക്രെഡിറ്റ് കാർഡ് ഇരിക്കുന്ന ഹസ്ബൻഡിന്റെ കയ്യിലായതുകൊണ്ട് സ്വന്തമായിട്ട് പണത്തിന്റെ ആവശ്യം വരുമ്പോൾ ഈ ഭർത്താവിന്റെ മുന്നിൽ ചെന്ന് പൈസ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഇനിയും അത് സ്വൈപ്പ് ചെയ്ത് പൈസ എടുത്താലും ഭാര്യ ഈ പൈസ എല്ലാം എവിടേക്ക് എടുത്തോണ്ട് പോകുന്നു എന്ന് ഭർത്താവിന് ഒരു ചെറിയ സംശയം കൂടെ തോന്നും. അപ്പം ഈ വൈഫ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാല്, പുള്ളിക്കാരത്തിക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അതായത് പുള്ളിക്കാരത്തിക്ക് ഇൻട്രസ്റ്റ് ഉള്ള പാട്ടും അതുപോലുള്ള കുറെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുറച്ച് പൈസ സമ്പാദിച്ചു. എന്നിട്ട് മനീഷ മാമിന്റെ അടുത്ത് പറഞ്ഞത് ഇതാണ്, ഞാൻ ഏകദേശം ഒരു 10,000 രൂപയോളം സമ്പാദിക്കുന്നുണ്ട്, ഈ പൈസ എന്റെ സ്വന്തം പൈസയാണ്, ഈ പൈസ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം ഭർത്താവിന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് പോലും ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് ചെലവാക്കാൻ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതാണ് ഈ RCM ലീഡറിന്റെ വൈഫ് പറഞ്ഞത്. അങ്ങനെ പറയുന്നത്, അതായത് ഇവിടെ മാം ഉദ്ദേശിക്കുന്നത് ഒരു ആൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു മെയിൽ ഫിഗറിനെ നമ്മൾ ശാക്തീകരിക്കുക എന്ന് പറയുന്നത് പോലെ അല്ല. ഒരു സ്ത്രീക്ക് ശാക്തീകരണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ചിറകുകൾ കൊടുക്കുകയാണ്, ഒരു ഫ്രീഡം, അതായത് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ നമ്മൾ കൊടുക്കുകയാണ് RCMലൂടെ. അപ്പം സ്ത്രീക്ക് പണമുണ്ടായാൽ, ആരോഗ്യമുണ്ടായാൽ ശരിക്കും സ്ത്രീക്ക് ചിറകുകൾ കൊടുക്കുകയാണ് പറക്കാൻ. അതാണ് മാം പറഞ്ഞുകൊണ്ടിരുന്നത്. യെസ് മാം.
Great. Thank you, ma'am. That was a beautiful translation. I could understand a part of it, a few words. Okay, so I hope that everyone is sitting with the family today, because I want to speak to the entire family of a daughter, father, mother, whoever is there. Please ask everyone to be a part of this session today, because we are talking about something that is concerned with the entire family. So allow me to share my slides. So we are talking about, my session today is divided into two parts. One is the health of a daughter, and then the wealth of a daughter. So I will start with the health. Now here I'm trying to understand what a girl actually does when something is very close to her heart. So suppose a daughter has asked for a mobile, and if you are a daughter, I would like to address all of you as, you know, young girls. So if you've just got a mobile and you have had to convince your parents for that mobile, birthday, hey, I want it and the stuff, and you get it. So what will you do? In fact, your parents will themselves cover it, put a scratch guard on it, and give it to you, and will give it to you with a lot of instructions. Don't spoil it, and don't damage it, and handle it with care. And you yourself are going to handle this mobile with a lot of care. You are going to ensure that no one is touching it. In case it gets damaged, you will go to the repair shop, and you will have 1,000 questions to ask. Why? What happened? And what are you going to do with this now? Because, and you will also want a guarantee for the repair that is done. Why do you do so? Because you know that you will not get another mobile anytime soon. So when you know that you've paid for it, or your parents have paid for it, you really take care of that asset with whatever you can. So this is good. This logic is applicable to a car, to a watch, to any asset that you bought. You really take care of it. But there is one asset which you will never get another one, and that is your body. And because we have not paid anything for the body, we have not paid anything, it has come to us absolutely free. We really do not take care of our body the way we should. Had we paid some money to God for this body, maybe, you know, for a tall beautiful body you pay a crore, for a celebrity kind of a body you pay a little more. If you want to become a handsome hunk, you like a bahubali, you got to pay still more money. I'm sure we would have really taken care of our bodies. So Srilata ma'am, I will go to the first slide again, and will request you to please translate this. Okay. ഇപ്പം മാം ഇവിടെ പറഞ്ഞ കാര്യമാണ്. അതായത് ഇന്ന് പങ്കെടുക്കുന്ന ഈ സെഷനിൽ പങ്കെടുക്കുന്നത് എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയിലുള്ള എല്ലാവരും, അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും ഈ പ്രോഗ്രാമിൽ എടുക്കണം. എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യണം. ഇന്ന് എന്തെന്ന് വെച്ചാല് മാം സംസാരിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന്, പെൺകുട്ടികളുടെ ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം, പിന്നെ പെൺകുട്ടികളുടെ വെൽത്ത്, അതായത് അവരുടെ സമ്പത്ത്, അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം മാം ആദ്യം തുടങ്ങിയത് ഒരു പെൺകുട്ടിയുടെ ഹെൽത്തിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഒരു പെൺകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആ പെൺകുട്ടി ആഗ്രഹിക്കുന്ന ഒരു സാധനം, അത് എന്തും ആയിക്കോട്ടെ, ഒരു മൊബൈൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്ത് ഇഷ്ടമുള്ള ഒരു സാധനമാണെങ്കിലും അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ആ സാധനം വാങ്ങിക്കഴിയുമ്പോൾ, ഒരു മൊബൈൽ വാങ്ങണം എന്ന് ഒരു പെൺകുട്ടി അമ്മയോടോ അച്ഛനോടോ ആവശ്യപ്പെട്ട് അവരത് വാങ്ങിക്കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പം നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതിന് കവർ വാങ്ങിക്കൊടുക്കും, അതിന് സ്ക്രാച്ച് ഗാർഡ് എല്ലാം റെഡിയാക്കി, അങ്ങനെയാണ് ആ കുഞ്ഞിന്റെ കയ്യിൽ ആ മൊബൈൽ ഏൽപ്പിക്കുക. അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ആ പെൺകുട്ടി അത് കൊണ്ടു നടക്കുന്നത് വളരെ സുരക്ഷിതമായി കൊണ്ടു നടക്കും, അതിന് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ അത് അത്ര സൂക്ഷിച്ചായിരിക്കും കൊണ്ടു നടക്കുന്നത്. അപ്പൊ ആ മൊബൈൽ സൂക്ഷിച്ചു കൊണ്ടു നടന്ന് എന്തെങ്കിലും ഒരു സംഭവം അത് ഡാമേജ് സംഭവിച്ചാൽ, അങ്ങനെ ഒരു ഡാമേജ് സംഭവിക്കുന്ന സമയത്ത് ഇത് ഷോപ്പിലേക്ക് റിപ്പയറിന് കൊണ്ടുചെന്നാൽ ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ ഉണ്ടാകും. ഇത് എന്ത് സംഭവിച്ചു, എങ്ങനെയാ സംഭവിച്ചത്? അപ്പൊ ഇത് നമുക്ക് ഒരുപക്ഷെ അതിന് ഗ്യാരണ്ടി ഉണ്ടോന്ന് പോലും അന്വേഷിക്കുന്ന ഒരു സമയമാണ്. അപ്പം അങ്ങനെ എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വേറൊരു മൊബൈല് പകരം കിട്ടില്ല എന്ന് ആ പെൺകുട്ടിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് എന്ത് കാര്യമായാലും,
ഒരു കാർ ആയാലും ഒരു വാച്ച് ആയാലും സെയിം അതേ സംഭവമാണ് വരാൻ പോകുന്നത്. അതേ സമയത്ത് നമ്മള് പ്രൈസ്ലെസ് ആയിട്ട് വില മതിക്കാത്ത ചില സാധനങ്ങളുണ്ട്, പ്രൈസ്ലെസ് ആയിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. അതിൽ ഒരേ ഒരു സാധനം മാം പറയുന്നത് നമ്മുടെ ശരീരമാണ്, നമ്മുടെ ബോഡിയാണ്. അപ്പൊ നമ്മുടെ ബോഡിക്ക് മാത്രം അതിന് വില നമ്മൾ കൽപ്പിക്കാറില്ല. പക്ഷേ അത് ഒരു കാര്യമുണ്ട്, അതിന് വില കൊടുക്കാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല് നമ്മള് അതിന് പണം കൊടുത്തല്ല അത് വാങ്ങിയത്, അത് ഫ്രീ ആയിരുന്നു. ശരിക്കും പറഞ്ഞ ആ ശരീരം നമുക്ക് ദൈവം തന്ന ഒരു ദാനമാണ്. അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ഒരു പണം കൊടുത്തിട്ടാണ് ആ ശരീരം, ആ ബോഡി നമ്മൾ വാങ്ങിയതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ മൊബൈൽ സൂക്ഷിക്കുന്നത് പോലെ തന്നെ ആ നമ്മുടെ ശരീരവും സൂക്ഷിക്കും എന്ന് തന്നെയാണ് മാം അവിടെ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ശരീരത്തിന് വില കൽപ്പിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അതിന് ആ തരത്തിലുള്ള ഹെൽത്ത് കെയർ കൊടുക്കാത്തത്, അത്ര നമ്മൾ നമ്മുടെ ബോഡി സൂക്ഷിക്കാത്തത്. യെസ് മാം. So right now, for our daughters, the focus is, or not only just our focus, but also the daughters' focus, and we drive that focus towards studies. So let's on your career, because this is the time to make your career. On social media, daughters are really glued to social media. On impressing and influencing others, this is the focus that we have. We think that one should focus on health only when one falls sick or when one is aged. If you are young right now, you do not really need to focus on health. This is the feeling that we are brought up with, and this is what we have gained from our parents, and that is what we are passing on to the next generation. Yes, ma'am. അപ്പം ഇതിനകത്ത് നമ്മൾ നമ്മുടെ കുട്ടികളെ, പെൺകുട്ടികളുടെ ഫോക്കസ് കൂടുതലും സമയം ഇപ്പോൾ ഒരു ചെറുപ്രായത്തിൽ കൂടുതലും നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസിലാണ് പെൺകുട്ടികൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നല്ലെങ്കിൽ അത് മുന്നോട്ടുള്ള കരിയർ എന്താണ്, നമ്മൾ മുന്നോട്ടാകാൻ നമ്മൾ എന്താണ് തീരുമാനമെടുക്കുന്നത്. പഠിത്തം കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നമ്മൾ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നു, പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് സമയം ഫോക്കസ് ചെയ്ത് നമ്മൾ ഇരിക്കാറുണ്ട്. അപ്പം പെൺകുട്ടികളുടെ കൂടുതലും ഫോക്കസ് അതിലേക്കാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെയാണ് സ്വാധീനിക്കുക, മറ്റുള്ളവരെ എങ്ങനെ ഇംപ്രസ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരിലേക്ക് എങ്ങനെയാണ് നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു ചെറുപ്രായത്തിൽ പെൺകുട്ടികളുടെ ഒരു ഫോക്കസ്. അതേസമയം ഈ ഫോക്കസ് മാറുന്ന എപ്പോഴാണെന്നറിയോ? മാറുന്ന സമയം എന്ന് പറയുന്നത് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന, ഒരു ചെറിയ അസ്വസ്ഥത നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ പ്രായം കൂടുന്ന സമയത്ത്. നമ്മൾ പ്രായം കൂടുന്നു എന്ന് തോന്നിക്കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഹെൽത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്. ആ സമയം വരെ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇത് തന്നെയായിരുന്നു നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരുന്നതും, നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കുന്നത് നമ്മൾക്ക് രോഗം വരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് പ്രായമായി ആകുന്നു എന്നുള്ള ഒരു തോന്നൽ വരുമ്പോൾ മാത്രമാണ്. ഓക്കെ മാം. Thank you, ma'am. So we have two choices. The first choice is that we wait to lose health, we wait to become unhealthy, and then we focus on regaining it. The second choice is we always keep ourselves healthy. So I would want you to write in the chat box right now, what is the option that you would want to choose, one or two? So let's, ma'am, could you translate this please, so that they can start right? അപ്പം മാം ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ രണ്ട് ചോയ്സേ ഉള്ളൂ. അതായത് രണ്ട് തീരുമാനങ്ങൾ, ഈ രണ്ട് തീരുമാനങ്ങൾ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തേത്, നമ്മള് നമ്മുടെ ഹെൽത്ത് നശിച്ചു പോയിക്കൊണ്ടേയിരിക്കുക, ലൂസ് ആവട്ടെ, എന്നിട്ട് പിന്നീട് എന്നെങ്കിലും അത് പോകുന്ന സമയത്ത് നമുക്കത് തിരിച്ചെടുക്കാനുള്ള, വീണ്ടെടുക്കാനുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. രണ്ടാമത്തെ ചോയ്സ് പറയുന്നത് എന്നും നമ്മൾ എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുക. ഈ രണ്ട് ചോയ്സിൽ മാം ഇപ്പൊ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ തീരുമാനമെടുത്ത് മാമിന് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ഏത് ചോയ്സ് ആണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് മാമിനെ ഒന്ന് അറിയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചോയ്സ് ഹെൽത്ത് ലൂസ് ചെയ്തിട്ട് റീഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ വീണ്ടെടുക്കുക, അതോ സെക്കൻഡ് ചോയ്സ് എപ്പോഴും ഹെൽത്തി ആയിട്ട് എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുക. We can type in the chat box, one or two, owner or under. ഒന്നോ രണ്ടോന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അത് ടൈപ്പ് ചെയ്യാം ചാറ്റ് ബോക്സിൽ. Good. So Deepa, Ambali, Shalina, Vai, Subhash, Chesty, Rose, Anjali, Pushpa, Mohandas ji, Selvaraj, Srima, Shailaja,
I mean, the names are really going very fast. Shobha, everyone's saying two. That is, we have to keep always healthy. We have to keep healthy always. That means we understand this much. Now, if I have to tell you that what are we doing these days? Practically, what are we doing? Though we know that we have to keep ourselves healthy, what are we doing? And especially the youngsters, the young girls, we are eating unhealthy. You give them a plate of chips, a bowl of chips, it will just vanish from the table. You give them all these pizza, burgers, and stuff, every girl wants to eat it. We are not eating healthy. So we are making two mistakes. One is we are not eating healthy, and second is we are eating unhealthy. So we are damaging the body in two ways. By eating unhealthy, you are damaging. By not eating healthy, also we are damaging. And we are not exercising. And the last thing that this younger generation does is you are either awake the entire night or you sleep too late. And this mobile is the best friend. Even when you are sleeping, just before sleeping, you are busy on the mobile. So, ma'am, if we could just translate all these things. ഓക്കെ, അപ്പം ഈ ചോയ്സുകൾ ചോദിച്ചത് വെച്ചപ്പം നമുക്ക് വന്ന റെസ്പോൺസ് വെച്ചിട്ട് എല്ലാവരും സെക്കൻഡ് ചോയ്സ് ആണ് ഓപ്റ്റ് ചെയ്തത്. അപ്പൊ എല്ലാവരും എപ്പോഴും ഹെൽത്തിയായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഇത് നമ്മൾ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചെയ്തെന്ന് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, കഴിക്കുന്ന ആഹാരം അൺഹെൽത്തി ആയിട്ടുള്ള, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഭക്ഷണമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈറ്റിംഗ് അൺഹെൽത്തി. നമുക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണം നമ്മൾ കഴിക്കുന്നു. അതേ സമയത്ത് നമുക്ക് വേണ്ട ഭക്ഷണം, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം, അത് നമ്മൾ ഒഴിവാക്കുന്നു. അതാണ് ഇപ്പൊ ശരിക്കും ഉള്ള ഒരു പ്രോബ്ലം. പിന്നെ നമ്മൾ പല കാര്യങ്ങൾ, അതായത് കുറെ കാര്യങ്ങൾ മാം ഇതിനകത്ത് പറയുണ്ടായി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, പിസ, ബർഗർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട്, അത് എത്ര കിട്ടിയാലും ഒരു പാക്കറ്റ് ചിപ്സ് എടുത്ത് നമ്മൾ പൊട്ടിച്ച് നമ്മുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നിമിഷങ്ങൾ കൊണ്ട് ആ ചിപ്സ് തീർന്നു കഴിയും. അതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണമല്ല അവിടെ നമ്മൾ കഴിക്കുന്നത്. പിസ്സയും ബർഗറും ഇതുപോലുള്ള സാധനങ്ങളാണ് കൂടുതലും പെൺകുട്ടികൾക്ക് കഴിക്കാൻ താല്പര്യം. അതേസമയം നമ്മൾ ചെയ്യാത്ത ഒരുപാട് ലേറ്റ് നൈറ്റ് ആയിട്ട് മൊബൈൽ യൂസ് ചെയ്യുക, കിടക്കുന്നിടം വരെ മൊബൈൽ യൂസ് ചെയ്യുക. ആ മൊബൈൽ ഫുൾ ടൈം നമ്മൾ മൊബൈൽ ബിസിയാണ്. എക്സർസൈസ് ഇല്ലായ്മ, അതായത് എക്സർസൈസ് ശരീരത്തിന് ആവശ്യമാണ്, അത് നമ്മൾ ചെയ്യുന്നുമില്ല. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കാര്യങ്ങൾ കുറവും അനാരോഗ്യം ത്തോടെ ഇരിക്കാനുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നു. അപ്പൊ രാത്രി മൊത്തം ഉറക്കം ഒഴിയുന്നവരുണ്ട്, രാത്രിയിൽ വളരെ വൈകി കിടന്നുറങ്ങുന്ന പെൺകുട്ടികളും ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ദോഷം തന്നെയാണ്. യെസ് മാം. And we are stressing ourselves. I think every generation, every person feels that she or he is the only person who's stressed. We parents feel we are the most stressed. Daughters feel they are the most stressed. So we are stressing our bodies out unnecessarily. And there are other girls also who are not eating anything because they do not want to gain weight. So you would find two characteristics in your daughters. One is those who really want to enjoy life and eat a lot of unhealthy food. The other part, the other section of daughters is where they do not want to eat anything because they do not want to gain weight. Yes, ma'am. Okay. അപ്പൊ അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരുപാട് സ്ട്രെസ് ഉണ്ട്. രക്ഷകർത്താക്കൾ, പേരൻസ്, അച്ഛനും അമ്മമാർക്കും ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടികൾക്കാണെങ്കിൽ പോലും ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഇവർ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് കുട്ടികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവര് ആവശ്യം ഉള്ള ഭക്ഷണം കഴിക്കാതെ ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിക്കുകയും, അതേ സമയത്ത് ചില പെൺകുട്ടികളുണ്ട്, ഒരു ടീനേജിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പലരെയും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, പെൺകുട്ടികള് വണ്ണം വെക്കും അല്ലെങ്കിൽ വെയിറ്റ് കൂടും എന്ന് കരുതി ഭക്ഷണം കഴിക്കാതിരിക്കും. അപ്പൊ ഭക്ഷണം കഴിക്കാതെ, അതായത് വെയിറ്റ് കൂടുന്നത് കാരണം ഭക്ഷണം കഴിക്കാതിരിക്കുകയും, അതേ സമയത്ത് ഒരു കൂട്ടം കുട്ടികളുണ്ട് എന്ത് ഭക്ഷണം കിട്ടിയാലും നന്നായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ഭക്ഷണം നന്നായിട്ട് കഴിക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് പെൺകുട്ടികൾക്കിടയിൽ. അപ്പൊ ഒന്നും കഴിക്കാതിരിക്കുന്നവരുണ്ട്, അവര് വെയിറ്റ് കൂടുമെന്ന് പേടിച്ച് മാത്രമാണ് ഈ കഴിക്കാതിരിക്കുന്നത്. അതേ സമയത്ത്
ഒരുപാട് ഭക്ഷണം വാരിക്കൂട്ടി കഴിക്കുന്നവരുമുണ്ട്. അത് അവർ എൻജോയ് ചെയ്യാണ് ഭക്ഷണം. ഈ രണ്ട് തരത്തിലുള്ള പെൺകുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. യെസ് മാം. So again, a question I want to ask all of you. How do you want to look? Option 1 or option 2? ഓക്കെ, ഇവിടെ പറഞ്ഞത് ഈ രണ്ട് ഓപ്ഷൻ മാം തന്നിട്ടുണ്ട്. ഇതില് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത്? ഓപ്ഷൻ 1 പോലെയാണോ അതോ ഓപ്ഷൻ 2 പോലെയാണോ? അപ്പൊ ആ രണ്ട് ഓപ്ഷന്റെ ആൻസർ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. There are many answers. Simi, Suchitra, Fatima, Embili, Jemmy, Leti, Ashwarya, Manju, Jisha, Shaini, Pushpa, Shiba, Prema. Everyone's saying we want to look like the option 2. So again, there is another choice that we have. We want to look like this or we want to look like this. Okay, വീണ്ടും രണ്ട് ഓപ്ഷൻ ഇട്ടു മാം. ഫസ്റ്റ് ഓപ്ഷനിലെ പടം നിങ്ങൾ കാണുന്നുണ്ടാവും. അങ്ങനെയാണോ? അതായത് മെലിഞ്ഞു എന്ന് പറയുമ്പോൾ തീർത്ത് മെലിഞ്ഞ് ഇങ്ങനെയാണോ ഇരിക്കേണ്ടത്? അതോ ഓപ്ഷൻ 2 പോലെ വേണോ? So I'm sure you want to look like option 2. So if you want to look like this, what do we want to do? What will we have to do? Number 1 is healthy food. Number 2 is nutritional supplements. Number 3 is exercise. Number 4 is sleep. And number 5 is emotional well-being. These are the 5 pillars on which our health rests. And I would want you to make a note of it. Yes, ma'am. അപ്പോൾ ഇങ്ങനെ, അതായത് ഈ പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ചൂസ് ചെയ്ത ഓപ്ഷനിലാണ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഈ പറയുന്ന 5 പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഈ ഒരു പെൺകുട്ടി നിങ്ങൾ ഓപ്റ്റ് ചെയ്ത് ആ ഓപ്ഷനിലെ ആ രീതിയിൽ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളും നിങ്ങൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ആദ്യത്തെ ഓപ്ഷനാണ് ഹെൽത്തി ഫുഡ്. നല്ല ഭക്ഷണം, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം വേണം കഴിക്കാൻ. പിന്നെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് കഴിക്കണം. അതായത് നമ്മുടെ ശരീരത്തിന് വരുന്ന കുറവ്, ഫുഡിലൂടെ കുറവ് വരുന്ന, അതായത് മെയിൻ ആയിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, അങ്ങനെയുള്ള സാധനങ്ങൾ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സിലൂടെ നമുക്ക് അത് പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ സാധിക്കും. അത് മാത്രം പോരാ, എക്സർസൈസ് വേണം. നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിന് വ്യായാമം വേണം. പിന്നെ നല്ല ഉറക്കം അത്യാവശ്യമാണ്. ഉറക്കവും നമ്മുടെ ശരീരത്തിനെ ഈ ഭംഗിയായ രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കണമെങ്കിൽ നമുക്ക് നല്ല ഉറക്കവും വേണം. പിന്നെ ഇമോഷണൽ വെൽബീയിങ്, അതായത് നമ്മുടെ മാനസികാവസ്ഥ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് പ്രായം കുറയ്ക്കാൻ സഹായിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ 5 കാര്യങ്ങൾ നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്ത ഈ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് മാം പറയുന്നത്. യെസ് മാം. So let's talk about what to eat. Today we'll not be touching on all the points. So let's talk about what is the food. What do you put in your stomach? 70% nutrition, 30% exercise. This is the formula when you want to be physically healthy. Yes, ma'am. ഓക്കെ, അപ്പൊ ഫിസിക്കലി, അതായത് നമ്മൾ ശാരീരികമായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം എല്ലാവരും നോട്ട് ചെയ്യണം. 70% നമ്മുടെ ന്യൂട്രീഷൻ, അതായത് നമ്മൾ എന്താണ് കഴിക്കുന്നത്, നമ്മുടെ വയറിലേക്ക് നമ്മൾ എന്താണ് കൊടുക്കുന്നത്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ 30% എന്ന് പറയുന്നത് എക്സർസൈസ് ആണ്, വ്യായാമമാണ്. Yes, ma'am. Now we come to the definition of balanced diet, and you would be thinking, now I'm going to talk about that pyramid of a balanced diet, and I will say that, okay, you should be having lots of fruits, less of carbohydrates, less of fat, less of oil. No, I'm not going to do anything of that sort. I've made it very easy for the daughters and for the parents also. So what I'm saying is balanced diet for a daughter. Number 1, unhealthy diet. Eat as much unhealthy as you want to eat, whether it's a pizza or a burger or a cold drink or a sambar vada. Vada is unhealthy because it's fried deeply in oil. So eat as much unhealthy as you want to eat, but along with it, have something healthy, and along with it, have a nutritional supplement. This is equal to a balanced diet. So I would suggest, if a daughter has to have anything unhealthy, suppose today is Sunday, and Sunday is the day when everyone is home. Of course, during the weekend, lockdown, everyone is home, but Sundays are always special.
So if there is a demand that today I'll not eat the routine dosa idli, I want to have, pizza or a burger or something or a Maggie, okay, say yes, fine, will be given. But before that, you have to eat a plate full of salad or a plate full of fruits, something which is healthy, or a plate full of sprouts, something that is definitely very healthy. So ensure that, and I'm talking to the daughters also, you eat as much unhealthy as you want to, but ensure that you're eating something healthy before that, and you are definitely taking at least one nutritional supplement. Yes, ma'am. ഓക്കെ, അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, ഒരു ബാലൻസ്ഡ് ഡയറ്റ്. അപ്പൊ ബാലൻസ് ഡയറ്റ് പറയുമ്പോൾ നമ്മൾ സയൻസ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, ബാലൻസ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പിരമിഡ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. ഒരു കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റിന്റെ ഒരു പിരമിഡ് നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുണ്ട്. അതല്ല ഇവിടെ മാം ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബാലൻസ് ഡയറ്റ് എന്ന് വെച്ചാൽ അൺഹെൽതി ഡയറ്റ്, അതായത് ശരീരത്തിന് നമുക്ക് വായിക്ക് രുചി തോന്നുന്ന സാധനം, പക്ഷേ നമ്മുടെ ശരീരത്തിന് അത് അത്ര അത്യാവശ്യമല്ല. അത് കഴിക്കണം എന്ന് തോന്നിയാൽ കഴിച്ചോളൂ, അതായത് അത് കഴിക്കാം. പക്ഷേ ഒരു കാര്യം ഓർമ്മ വേണം, ഇപ്പൊ ഒരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ളത് മാത്രം കഴിക്കണ്ട എന്നല്ല. അതായത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഇന്ന് കഴിക്കാൻ തോന്നിയാൽ, വട ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, എണ്ണയ്ക്കകത്ത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്ന സാധനം ആയതുകൊണ്ട് അത് ഇന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഒരു പിസയോ ഒരു ബർഗറോ ഇന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഇന്ന് കഴിക്കാം. പക്ഷെ അത് കഴിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ഹെൽത്തി ഡയറ്റും കൂടെ അതിന്റെ ഒപ്പം കഴിക്കണം. അപ്പൊ ആ ഹെൽത്തി ഡയറ്റ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കുറച്ച് സാലഡ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ മുളപ്പിച്ച ധാന്യങ്ങൾ, ചെറുപയർ, കടലയൊക്കെ മുളപ്പിച്ച് കഴിക്കാം. അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക. പ്ലസ് ഒരു കാര്യം കൂടെ, ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റും കൂടെ കഴിക്കണം. അപ്പൊ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം, നമുക്ക് വായിക്ക് രുചി തോന്നുന്ന സാധനം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണവും ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റും കൂടെ ചേർന്ന് കഴിയുമ്പം ഒരു ബാലൻസ്ഡ് ഹെൽത്തി ഡയറ്റ് ആകും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. യെസ് മാം. So whenever we talk of a healthy diet, usually mothers say, I cook everything at home. So that means my food is healthy. Whatever I cook at home is healthy. Now, I want to bring to your attention that whatever is being made at home is not healthy always. Suppose you're making pizza at home, you're making burgers at home, you're making Maggie at home. It doesn't make it healthy. Making at home doesn't make it healthy. What makes it healthy is the ingredients, and we are obsessed with food. Whatever time of the day we want food. If it's a lockdown, we want food because we're getting bored. If you have too much of work to be done, you want food because you are busy. If you're watching a movie, you want food. If you have nothing to do, you want food. If you are happy, you want food. If you're sad, you want food. If you're meeting people, you want food. If you're alone at home, you want food. The moment the unlock will happen, you'll go out and you'll eat because you've not had outside food for long. So we are always obsessed with food, and whatever time of the day. You give a cucumber to your daughter or an apple to your child, he or she will not finish it. You give a packet of chips to the person, the child will finish it like this. We have to inculcate a little healthier habits. Allow him 5 pieces of chips only once the child has eaten at least one apple or a banana or some fruit. Yes, ma'am. Okay. അതായത് അമ്മമാർ പറയാറുള്ള ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ്, നല്ല ഭക്ഷണമാണ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന്. അത് വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നതെന്നല്ല, അതായത് ഇപ്പൊ നമ്മൾ വീട്ടിൽ പിസയോ ബർഗറോ മാഗിയോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ല ഭക്ഷണമാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മമാരുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും ഹെൽത്തി ആയിരിക്കണം എന്നില്ല. അതേസമയത്ത് അതിനകത്ത് എന്താണോ നമ്മൾ ചേർക്കുന്നത്, എന്താണോ അതിൻ്റെ അകത്തെ ഇൻഗ്രീഡിയൻസ്, എന്തൊക്കെ ചേർത്താണ് നമ്മൾ അത് ഉണ്ടാക്കുന്നത്, അതാണ് അതിനെ ഹെൽത്തി ആക്കി തീർക്കുന്നത്. അപ്പോ ഇപ്പൊ ഒരു ലോക്ക്ഡൌൺ സമയമാണ്. ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ വേറൊന്നും ചെയ്യാനില്ല, വെറുതെ ഇരിക്കുകയാണ്, എന്നാ ഒരു നല്ല രീതിയിൽ ഒരു പാചകം അങ്ങ് ചെയ്തേക്കാം എന്ന് കരുതി നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കും. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ വിഷമിച്ച് സാഡായിട്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, നമ്മൾ സന്തോഷമുള്ള സമയത്ത്, എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇതെല്ലാം
നല്ല ഭക്ഷണം ഉണ്ടാക്കിയാണ് തീർക്കുന്നത്. സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഓർക്കും എന്നാ പോയി നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയേക്കാം, വിഷമിച്ചിരിക്കുമ്പോൾ മൂടൊന്ന് മാറാൻ വേണ്ടി നല്ല ഭക്ഷണം ഉണ്ടാക്കും. ഇതൊക്കെ പലപ്പോഴും അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ ഉണ്ടാക്കുക. അപ്പോ ഇതിനകത്ത് പറഞ്ഞു വരുന്ന കാര്യം മറ്റൊന്നുണ്ട്. നമ്മള് കുട്ടികൾക്ക് ഒരു കുക്കുംബറിന്റെ ഒരു പീസസ്, നമ്മുടെ വെള്ളരി, സാലഡ് വെള്ളരിയുടെ ഒരു പീസ് കൊടുത്തിട്ട് അത് കഴിക്കാൻ പറഞ്ഞാൽ അത് തീരില്ല. അതേ സമയത്ത് ഒരു പാക്കറ്റ് ചിപ്സ് കൊടുത്താൽ എത്ര പെട്ടെന്നായിരിക്കും അവരത് തീർക്കുക. അപ്പോ ഇത് കൊടുക്കരുത് എന്നല്ല പറയുന്നത്. 4 പീസ് ചിപ്സ് കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ പീസ് വെള്ളരിയും, സലാഡ് വെള്ളരിയും കൂടെ കൊടുക്കണം. എന്നിട്ട് ഈ ചിപ്സ് ഇനിയും വേണമെങ്കിൽ ആ കുക്കുംബർ കഴിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ചിപ്സിന്റെ പീസുകൾ കൊടുക്കാവൂ. അങ്ങനെ ആയിരിക്കണം നമ്മൾ കുറെ കാര്യങ്ങൾ അമ്മമാര് വീട്ടിൽ ശ്രദ്ധിക്കുക. യെസ് മാം. So I would like to say nothing was ever built in a day. Neither was Rome, nor was an Eiffel Tower, nor Mary Kom, nor Usain Bolt, and nor Priyanka Chopra. There is a lot of mehnat, lot of hard work that has gone behind, lot of years that have gone behind. So you cannot build your health also in a day. Today, what your current health is, this will determine what your life ahead will be like. So always remember this, that you will have to start working on your health right from the day you are born. Yes, ma'am. അപ്പം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഒരു സംഭവം, ഒരു നല്ല കാര്യവും നടക്കുന്ന ഒരു ഒറ്റ ദിവസം കൊണ്ട് മാത്രമല്ല. ഒരു ഐഫിൽ ടവർ ആയാലും മേരി കോമിനെയോ അല്ലെങ്കിൽ പ്രിയങ്ക ചോപ്ര, ഇവരാരും ആയിക്കോട്ടെ, ഇവരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായവരല്ല. അതായത് ഇതിൽ ഒരുപാട് ഹാർഡ് വർക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് കണ്ടീഷൻ, അതായത് ഇപ്പോഴത്തെ കറണ്ട് ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് അത് ആണ് തീരുമാനിക്കുന്നത് നമ്മൾ ഭാവിയിൽ നമ്മുടെ ഹെൽത്ത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ആരോഗ്യാവസ്ഥ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു ലൈഫ്, നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും, നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. അത് നമ്മൾ ജനിക്കുന്ന സമയം മുതൽ തന്നെ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ആ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം കൊടുക്കണം എന്ന്. യെസ് മാം. So what is it that a girl needs? What are the nutrients that a girl needs? The first nutrient is iron. And why do you need iron? You need iron because during periods, a girl loses 180 ml of blood every day. This glass that I have in my hand, this is 180 ml glass. Now, this is pure mathematics. If I lose 180 ml, this much of blood this month, I lose this much of blood the second month, I lose this much of blood the third month, obviously I'm going to be unhealthy, I'm going to be weak. And what is the way to compensate? I definitely cannot drink 180 ml of blood every month to compensate for the loss of the blood. So there has to be something that has to compensate for the blood. Yes. അതായത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് മാസമുറ വന്നു തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പീരിയഡ്സ് ആയി തുടങ്ങുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അയൺ. അയൺ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ആ പെൺകുട്ടിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മാസത്തിൽ പീരിയഡ്സ് ആകുന്ന സമയത്ത് 180 മില്ലി ബ്ലഡ് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നുണ്ട്. മാം ഒരു ഗ്ലാസ് നിങ്ങളെ കാണിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഗ്ലാസ് 180 മില്ലിയുടെ ഗ്ലാസ് ആണ്. അപ്പോ ആദ്യത്തെ മാസം 180, രണ്ടാമത്തെ മാസം, മൂന്നാമത്തെ മാസം, ഇതേപോലെ ഓരോ മാസവും 180 മില്ലി ബ്ലഡ് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്നുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് 180 മില്ലി ബ്ലഡ് കുടിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആ ബ്ലഡ് തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളത്. നമ്മൾ ആ നഷ്ടപ്പെട്ട ബ്ലഡ് കുടിച്ചാൽ പറ്റില്ല. അത് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യണം എന്നാണ് മാം ഇനിയും പറയാൻ പോകുന്നത്. യെസ് മാം. So when you do not compensate for this loss of blood every month, what happens? You have weak hair, you have lifeless skin with pimples, you have weak body, you have fatigue, you have headache, the daughter is not interested in doing work.
the daughter has underdeveloped body, and this is one factor which is a big problem in our country, because if the daughter's body is not sexually well developed, she will have problems in her married life, she will have problems in conceiving and becoming a mother. And this is one of the reasons that many separations are happening, because the girl's body is not properly developed. Yes, ma'am. Okay, അപ്പോ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഈ പറയുന്ന ബ്ലഡ് ലോസ് ഉണ്ടായതിനു ശേഷം ശരിയായ രീതിയിൽ ആ ബ്ലഡ് വീണ്ടും എല്ലാ മാസവും 180 മില്ലി ബ്ലഡ് റീഗെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ശരീരത്തിൽ തിരിച്ചെത്തുന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ പറയുന്നത്. മുടി കൊഴിച്ചിൽ, മുഖത്തെല്ലാം മുഖക്കുരു, ഒരുപാട് മുഖക്കുരു ഉണ്ടാവും, പിന്നെ ക്ഷീണം തോന്നുക, ശരീരത്തിന് ഭയങ്കരമായ തളർച്ച, ജോലി എന്ത് ചെയ്യുന്നതിലും ഒരു താല്പര്യക്കുറവ്, അതാണ് ഡിസിൻട്രസ്റ്റ് ഇൻ വർക്ക്, താല്പര്യം ഉണ്ടാവാറില്ല. അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ഒരു ശാരീരിക അവസ്ഥയിലേക്കാണ്. അതായത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അണ്ടർ ഡെവലപ്ഡ് ബോഡി, ശരീരത്തിന്റെ വളർച്ച, വേണ്ട രീതിയിലുള്ള ഒരു സെക്ഷുവൽ ഡെവലപ്മെന്റ് പോലും ആ കുട്ടിയിൽ നടക്കുന്നില്ല. ഇതിന്റെ മെയിനായിട്ട് ഇത് പിന്നീട് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇത് തിരിച്ചറിയാൻ സാധിക്കില്ല. അതേ സമയത്ത് ആ പെൺകുട്ടി വിവാഹം കഴിച്ച് ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ഭാവിയിൽ ഒരു സെക്ഷൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരു ഗർഭിണിയാകുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻസി അല്ലെങ്കിൽ കൺസീവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പം ആണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് കേസുകൾ ഉണ്ടാകാനും സെപ്പറേഷനുള്ള കാരണങ്ങളൊക്കെ ഒരു പെൺകുട്ടിയുടെ ആരോഗ്യക്കുറവ് കൊണ്ട് പല കേസുകളും സംഭവിക്കാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടിയുടെ ഒരു ശാരീരികമായിട്ടുള്ള വളർച്ച ആ ചെറിയ പ്രായത്തിൽ മുതൽ തന്നെ നമ്മൾ ഇത് ശ്രദ്ധിച്ചു തുടങ്ങണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ് മാം. So if your daughter feels irritated, or if she's not interested in work, or if she says that I'm just tired without any reason, that means that is an indication that her iron level or her hemoglobin level could be low. So please ensure that you give her proper iron. Now the question is, how much iron is needed? Now ICMR says that for a 13 to 15 years old girls, 27 mg of iron is needed every day. From 16 to 17 years, 26 milligram of iron is needed, and for 18 years and above, 21 mg of iron is needed daily. Yes, ma'am. Okay. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് നിങ്ങളുടെ മകൾ പറയുന്നു എന്തെങ്കിലും ഒരു അസ്വസ്ഥത, ഒരു ഇറിറ്റേഷൻ കാണിക്കുന്നുണ്ട്, എപ്പോഴും ദേഷ്യപ്പെടുന്നു, ആ ഒരു തരത്തിലുള്ള പെരുമാറ്റമോ അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണവും തളർച്ചയും ഒക്കെ അനുഭവപ്പെടുകയോ ആ ഒരു സംഭവം ഉണ്ടായാൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, പെൺകുട്ടി നമ്മുടെ മകളുടെ HB ലെവൽ വളരെ താണാണ് നിൽക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ HB ലെവൽ കുറഞ്ഞു കഴിയുമ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു പെൺകുട്ടി അനുഭവിക്കും. അപ്പൊ അതിന്റെ ഒരു അളവുണ്ട്. അതായത് 13 തൊട്ട് 15 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിക്ക് 27 മില്ലിഗ്രാം അയൺ ഒരു ദിവസം ആവശ്യമാണ്. 16 മുതൽ 17 വയസ്സ് പ്രായം ഉള്ള ഒരു പെൺകുട്ടിക്ക് 26 മില്ലിഗ്രാം അയൺ ആവശ്യമുണ്ട്. അതേ സമയത്ത് 18 വയസ്സിന് മുകളിലുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീക്ക് 21 മില്ലിഗ്രാം അയൺ ഓരോ ദിവസവും കിട്ടേണ്ടതാണ്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ അയൺ ഒരു പെൺകുട്ടിക്ക് എത്ര കിട്ടണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കിട്ടിയില്ല എങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു പെൺകുട്ടി നേരിടും. യെസ് മാം. Now, where can you get this iron from? If we have to get 27 mg of iron or 26 or 21 mg of iron, where will you get it from? One option is in front of you, 1 kg of spinach daily, or 3 to 4 medium-sized beetroot. Now, this is like daily. The question is, how will you cook this iron? And I really want to see all mothers' faces here, that if you have to cook spinach at home, what would you do and how would you cook it? The first thing that you would do is, the moment you have to prepare spinach in some manner, either you make a palak paneer gravy, that is the most common thing with parathas,
and the Kerala parathas are famous world over. And or otherwise, if you have to make a spinach gravy, what will you do? You will have to take a lot of tomatoes and onions and garlic, and you will put a lot of oil and you will saute the masala, and then you will put spinach. So basically, till the time the oil separates from from the gravy, and the palak dies, the spinach dies completely. There's nothing left. The vegetable is not considered to have been prepared. And then you distribute just 1 tablespoonful of spinach to everyone, and you feel that we have had spinach, and our need for iron is complete. So the question is, how should we take iron? How should we eat spinach? The best way to eat spinach is to have it raw. That means to make a juice out of it and to strain it and to have it. Now here, how many of you have experimented having a spinach juice raw? It is not tasty, it is not edible, you would not like it, you will spit it out, and I can guarantee, I can bet, you cannot make your daughters drink 1 kg of spinach juice every day for the next 30-40 years. That's not possible. Yes, ma'am, over to you. Okay. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് ഇത് എങ്ങനെ കിട്ടും, അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞ അയണിന്റെ കണ്ടന്റ്, അതായത് ഓരോ പ്രായത്തിൽ കിട്ടേണ്ട അയണിന്റെ അളവ് എങ്ങനെയാണ് നമുക്ക് കിട്ടാൻ സാധിക്കുക, അതിനെ പറയുന്നത് 1 കിലോ സ്പിനാച്ച് അല്ലെങ്കിൽ 1 കിലോ നമ്മൾ പറയുന്ന ചീര. ഈ പാലക്ക് നിങ്ങൾക്ക് അറിയാം, ഇതിനകത്തും അയൺ ഉള്ളതാണ്. അപ്പൊ ഈ പാലക്ക് എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക? അത് ഒരു ദിവസം ഒരു പെൺകുട്ടി 1 കിലോ കഴിക്കണം, അല്ലെങ്കിൽ 3-4 ഒരു മീഡിയം സൈസ് ബീറ്റ്റൂട്ട് കഴിക്കണം. ഇത് നമ്മൾ എങ്ങനെ കഴിക്കും? ഇനി ഇത് കുക്ക് ചെയ്യാൻ അമ്മമാര് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു പാലക് പനീർ വെക്കുകയാണ്, അത് വെക്കാൻ കുറിച്ച് ചിന്തിച്ചാല് നമ്മൾ അത് ധാരാളം എണ്ണ ഒഴിച്ച് തക്കാളി ഇട്ട് സവോള ഇട്ട് ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി നമ്മൾ ഇത് എണ്ണ പുറമേ തെളിഞ്ഞു വരുന്ന ആ സമയം വരെ ഇട്ട് പാലക്കിട്ട് കുക്ക് ചെയ്യും. അത് കുക്ക് ചെയ്ത് കഴിയുമ്പം ശരിക്കും പറഞ്ഞ പാലക്കിന്റെ എല്ലാ ഗുണങ്ങളും നശിച്ചു പോയി. അതായത് അതാണ് മാഡം പറഞ്ഞത്, പാലക്ക് നശിച്ചു പോകും, പാലക്കിന്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി ആ പാലക് പനീർ വെച്ചതിന് ശേഷം നമ്മൾ 1 സ്പൂൺ ആയിരിക്കും എല്ലാവർക്കും കൊടുക്കുക. അപ്പൊ ഈ 1 കിലോ ചെല്ലേണ്ട സ്ഥാനത്ത് ആ കുട്ടിക്ക്, ആ ഒരു പെൺകുട്ടിക്ക് ഉള്ളില് ഈ 1 കിലോ പാലക്ക് എത്തുമോ? അതാണ് ചോദിച്ചത്. ഇനി ശരിയായ രീതിയിൽ എങ്ങനെയാണ് പാലക്ക് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, പാലക്ക് റോ ആയിട്ട്, അതായത് പച്ചയ്ക്ക് ജ്യൂസ് അടിക്കണം. ജ്യൂസ് അടിച്ച് അരിച്ച് അത് കുടിക്കണം. അതായത് 1 കിലോ പാലക്ക് ജ്യൂസ് ആക്കി എത്ര പെൺകുട്ടികള് 18 വയസ്സിന് പ്രായം കഴിഞ്ഞ കുട്ടികള് ലൈഫ് ലോങ് ആയിട്ട് എല്ലാ ദിവസവും 1 കിലോ പാലക്കിന്റെ ജ്യൂസ് കുടിക്കാൻ സാധിക്കുമോ? അതാണ് മാം അവിടെ ചോദിക്കുന്നത്. യെസ് മാം. So even if you have it, I do not know whether iron would increase or not, or hemoglobin would increase or not, but for sure your visits to the washroom will increase the next day if you have 1 kg of juice of spinach every day. So what I'm trying to tell you here is that what is the need of a nutritional supplement? Why can't we get these things from the food? Eating so much of food for one nutrient is absolutely impossible, and to get it absorbed in the body is another story. So even if you eat it, this will not get absorbed in the body. Now, the other problem is, yes, Nutricharge Women has 21 mg of iron, which is called ferrous bisglycinate. This is the most bioavailable form of iron, which means it is available for absorption to the extent of 91 to 95%. Yes, ma'am. Okay. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, അതായത് പാലക്കിന്റെ ജ്യൂസ് കുടിക്കുന്ന ഒരു സംഭവം വന്നാൽ, നമ്മൾ നിരന്തരമായി അത് കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വാഷ്റൂമിൽ കൂടുതൽ സമയം, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ ഒരുപാട് സമയം പോകേണ്ടി വരും. ഇത് ഒരുപാട് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും വയറ് ഇളകി തുടങ്ങും എന്നാണ് പറഞ്ഞത്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത സാധനം ബോഡി പതുക്കെ വേറൊരു രൂപത്തിൽ അത് പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇനി പാലക്ക് അങ്ങനെ കഴിച്ചാൽ തന്നെ ഈ അയൺ കണ്ടന്റ് ഇൻക്രീസ് ആകുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മുടെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സിന്റെ എത്രത്തോളം പ്രാധാന്യമുണ്ട് അതിന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ ഈ റോ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ എത്രത്തോളം നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നു, എത്രയാണ് നമ്മുടെ ശരീരം അതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അതേ സമയത്ത് ഇവിടെ നമ്മൾ നോക്കുന്നത് ന്യൂട്രിചാർജ് വുമൺ ആണ്. ന്യൂട്രിചാർജ് വുമണിനകത്ത് 21 മില്ലിഗ്രാം ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് എന്ന് പറഞ്ഞ് കണ്ടന്റ് ഉണ്ട്. ഇതില് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള അയൺ ഇതിനകത്തുണ്ട്. അതായത് ഏതാണ്ട് ഒരു 91 മുതൽ 95% അയൺ ഈ ഒരു ടാബ്ലറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും അത്രയും അബ്സോർബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ഈ ന്യൂട്രിചാർജ് വുമനിലെ അയൺ കണ്ടന്റ് ഉള്ളത്. യെസ് മാം. So here I would just like to stop sharing my screen, and I would like to talk to you that what is the need for a nutritional supplement, as I said. Now, if you get 21 mg of iron from anywhere and you feel that this is the only thing that a daughter needs, for this iron we need vitamin C for better absorption. Vitamin C you can get from 2 lemons every day. Now comes calcium. Calcium, I'm sure all of you would have heard that calcium is very important for a lady's body because it gives you stronger bones, stronger teeth. And for calcium, now how much calcium do you need? Where will you get it from? For calcium, you have to eat yet another food item. For better absorption of calcium, you need magnesium, for which you have to eat yet another food item. Then you have to have vitamin D, then you have to have amino acids, botanicals. There's so many things that a girl needs, and you actually feel, why can't there be some tablet somewhere, something from which I just have to pop it up and all my nutritional needs will be over. And that is what Nutricharge Women does for you. Yes, ma'am. ഓക്കെ. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സും നമുക്ക് ന്യൂട്രിചാർജ് വുമനിൽ നിന്നും കിട്ടും. അപ്പൊ ഈ 21 മില്ലിഗ്രാം അയൺ നമ്മുടെ ശരീരത്തിൽ കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരത്തില് വേറെ പല ഘടകങ്ങൾ അത്യാവശ്യമാണ്. അതായത് വൈറ്റമിൻ സി ഉണ്ടാവണം, കാൽഷ്യം ഉണ്ടാകണം, മഗ്നീഷ്യം ഉണ്ടാകണം. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഈ അയണിന്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട്, അതായത് അയൺ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ വേറെ പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ ബാലൻസ്ഡ് ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ വൈറ്റമിൻ സി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒരു ദിവസം 2 ലെമൺ അല്ലെങ്കിൽ 2 നാരങ്ങയെങ്കിലും ലെമൺ കാറ്റഗറിയിൽപ്പെട്ട എന്തെങ്കിലും കഴിക്കണം. അതുകൂടാതെ കാൽഷ്യം ശരീരത്തിൽ, അതായത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് ബോൺസിനും പല്ലിനും ഒക്കെ ആരോഗ്യം തരുന്ന സാധനമാണ് കാൽഷ്യം. അപ്പൊ കാൽഷ്യം നല്ല രീതിയിൽ ശരീരം വലിച്ചെടുക്കണമെങ്കിൽ അതിന് മഗ്നീഷ്യം ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെ പിന്നെ അമിനോ ആസിഡ്സ് ഉണ്ടാവണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ ശരിയായിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ രീതിയിലേക്ക് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ന്യൂട്രിചാർജ് വുമൻ എന്ന് പറയുന്ന സാധനത്തിൽ ഈ പറയുന്ന ടാബ്ലറ്റിനകം ഒരു ടാബ്ലറ്റില് അയണും ഉണ്ട്, വൈറ്റമിൻ സിയും ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോൾ ആ ഒരു ന്യൂട്രിചാർജ് വുമണിനകത്ത് നിന്നും 91 മുതൽ 95% വരെ അയൺ നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ ഉള്ള എല്ലാ കണ്ടന്റുകളും ആ ന്യൂട്രിചാർജ് വുമണിനകത്ത് ഉണ്ട്. അപ്പൊ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ, അപ്പൊ നമ്മൾ എല്ലാവരും ചിന്തിക്കും, ഒരു ടാബ്ലറ്റ്, ഇതെല്ലാം കൂടെ അടങ്ങിയ ഒരു ടാബ്ലറ്റ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ കഴിക്കുന്നതിന് പകരം ഒരു ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിൽ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതിയല്ലോ. അതാണ് ന്യൂട്രിചാർജ് വുമൻ. യെസ് മാം. So as I said, vitamin C is needed how much? 40 mg of vitamin C is needed for every girl and every woman. So, and you can get it from 2 lemons, and every tablet of Nutricharge Women has 40 mg of iron in it. We are coming to zinc. Now, what is zinc needed for? It increases the immunity, it safeguards you from acne. It helps in the formation of keratin, that is the main component of hair, skin, and nails. Deficiency of zinc can cause pimples. Deficiency of zinc can cause breakage of nails, irregular periods, underdeveloped body. And how much of zinc is needed? For 13 to 15-year-old girl, 11 mg. For a 16 to 17-year-old girl, 12 mg. And for 18 years and above, 10 mg zinc every day. You can get it by eating 200 grams of cashew nuts every day, but will not get absorbed. So every tablet of Nutricharge Women has 10 mg of zinc in it. Yes, ma'am. Okay. ഇനിയും നമ്മൾ പറഞ്ഞു വരുന്ന അടുത്ത കാര്യമുണ്ട്. അതായത്
Yes. ഓക്കെ, നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കോമ്പണന്റ് ആണ്, അതായത് ഒരു ഘടകമാണ് സിങ്ക്. ഇനി ഈ സിങ്ക് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക്? സിങ്ക് അത്യാവശ്യം വേണ്ടത് ഇമ്മ്യൂണിറ്റിക്കാണ്. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി, അത് നമ്മുടെ മുഖത്ത് വരുന്ന ചെറിയ മുഖക്കുരുകള് ഇതിനെയൊക്കെ തടയും. പിന്നെ അതുകൂടാതെ നമ്മുടെ ഹെയർ, നമ്മുടെ മുടിയുടെയും സ്കിന്നിന്റെയും നഖത്തിന്റെയും ഒക്കെ ആരോഗ്യത്തിന്, അതായത് കെരാറ്റിൻ എന്ന് പറയുന്ന സാധനം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സിങ്ക് അത്യാവശ്യമാണ്. പിന്നെ പിമ്പിൾസ് വരാറുണ്ട് പെൺകുട്ടികൾക്ക്, അതിനും സിങ്ക് ആവശ്യമാണ്. നഖം പൊട്ടിപ്പോകുന്ന, അതായത് ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു സംഭവം കാണുന്നുണ്ട്, അതിനും സിങ്ക് അത്യാവശ്യമാണ്. പിന്നെ പീരിയഡ്സ് ഇറഗുലർ ആകുമ്പോഴും ആ ഇറഗുലാരിറ്റി വരുന്നത് സിങ്കിന്റെ ഒരു ഡെഫിഷ്യൻസി മൂലമാണ്. പീരിയഡ്സിൽ ഇറഗുലാരിറ്റി വരുന്നത്, ശരീര വളർച്ച, ഇതെല്ലാം സിങ്കിനെ ബാധിച്ച് ഇരിക്കും. അപ്പൊ ഈ പറയുന്ന സിങ്ക് നമ്മുടെ ശരീരത്തിന് 13 തൊട്ട് 15 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് 11 മില്ലിഗ്രാം സിങ്ക് ഓരോ ദിവസവും ആവശ്യമാണ്. 16 മുതൽ 17 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് 12 മില്ലിഗ്രാം വേണം. പിന്നെ 18 മുതൽ അബവ് ഏജ്, അതായത് അതിൽ മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും 10 മില്ലിഗ്രാം സിങ്ക് ഓരോ ദിവസവും അത്യാവശ്യമാണ്. ഇനി ഇത് കിട്ടുന്നത് നമ്മൾ കാഷ്യൂ, അതായത് കശുവണ്ടിയിൽ നിന്നും, അതായത് ഒരു ദിവസം 200 ഗ്രാം കശുവണ്ടി കഴിക്കുകയാണെങ്കിലാണ് നമുക്ക് അത് കിട്ടുക. പക്ഷെ 200 ഗ്രാം കശുവണ്ടി നമുക്ക് ഒരു ദിവസം കഴിച്ചാൽ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ന്യൂട്രിചാർജ് വുമണിനകത്ത് ഈ പറഞ്ഞ കണ്ടന്റ് ഉള്ളതാണ്. അത് ആ ഒരു ടാബ്ലറ്റിനകത്ത് 10 മില്ലിഗ്രാം സിങ്ക് ഒരു ന്യൂട്രിചാർജ് വുമൻ ടാബ്ലറ്റിൽ ഉണ്ട്. അത് ശരീരത്തിന് വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പരുവത്തിന് ആണ് ഉള്ളത്. യെസ് മാം. So calcium we spoke about, we need them for strong bones, for strong teeth. Now the ICMR RDA for 13 to 17 years old girls, the calcium needed is 800 mg per day. 18 years and above, it is 600 mg per day. For pregnant women, it becomes 1200 mg per day. And where will you get it from? 3 to 4 glasses of milk, but daughters and women do not like to drink milk, and it is impossible to have 3 to 4 glasses of milk every day. So one Nutricharge Women tablet has 200 mg of calcium, that is equal to 1 glass of milk. And we feel that the balance, the remaining amount of calcium we need to have from your food source. Yes ma'am. Okay, അപ്പോ ഇനി കാൽഷ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാൽഷ്യം അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ എല്ലുകൾ, ബോൺസിനാണ്. പിന്നെ പല്ലുകൾ, ടീത്തിനാണ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്ട്രോങ് ആരോഗ്യത്തോടെ ഇരിക്കാൻ ഈ രണ്ട് സാധനങ്ങൾക്ക് നമുക്ക് കാൽഷ്യം വേണം. ഇനി കാൽഷ്യത്തിന്റെ കണ്ടന്റ്, അതായത് RCMR RDA പ്രകാരം നിർദ്ദേശിച്ചിരിക്കുന്ന 13 മുതൽ 17 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്ക് 800 മില്ലിഗ്രാം കാൽഷ്യം വേണ്ടതാണ്. 18 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് 600 മില്ലിഗ്രാം കാൽഷ്യം ഓരോ ദിവസവും വേണം. അതേസമയത്ത് പ്രഗ്നന്റ് ലേഡീസിനാണെങ്കിൽ 1200 മില്ലിഗ്രാം കാൽഷ്യം ഓരോ ദിവസവും വേണം. അപ്പൊ ഇത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് 3 മുതൽ 4 ഗ്ലാസ് പാല് കുടിച്ചാൽ ആണ് ഈ amount കിട്ടുക. ഇനി അങ്ങനെ ഒരു amount കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ന്യൂട്രിചാർജ് വുമണിനകത്ത് 200 മില്ലിഗ്രാം കാൽഷ്യം ഒരു ടാബ്ലറ്റിലുണ്ട്. ബാക്കിയുള്ള കാൽഷ്യം നമ്മുടെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും, നമ്മൾ എന്നും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് താനെ കിട്ടിക്കോളും. അപ്പം ഓൾറെഡി ന്യൂട്രിചാർജ് വുമണിനകത്ത് കുറച്ചുണ്ട്, ബാക്കി നമ്മുടെ ഫുഡിൽ നിന്നും നമുക്ക് കിട്ടും. യെസ് മാം. So now we'll go to botanicals. You don't get botanicals anywhere in the food. These are herbs from where these botanicals are extracted in the form of extracts. So, and I would suggest that please note down their names. Go to Google, search for their benefits. I have included only one benefit here. There are numerous benefits of all these botanicals. The first is evening primrose. This is very good for skin and premenstrual syndrome. Sunflower extract, very helpful in reducing the pain during PMS. Green tea extract keeps the skin glowing, very good for skin and also very good for your metabolism. Flaxseed extract, it reduces the dryness and roughness of the skin.
lutein for eye health, lycopene is very good for hair and skin health, and Nutricharge Women has all these 6 botanicals which you cannot get from any food. Yes, ma'am, I'll go back to the slides. ഇനി നമ്മൾ ന്യൂട്രിചാർജ് വുമനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബൊട്ടാനിക്കൽസ്, ഈ ബൊട്ടാനിക്കൽസ് ഒന്നും നമുക്ക് പലതരത്തിലുള്ള പച്ചമരുന്നുകളാണ്. ഇതൊന്നും നമുക്ക് ഫുഡിൽ നിന്നും നമുക്ക് കിട്ടാൻ സാധിക്കില്ല. അപ്പൊ ഈ ബൊട്ടാനിക്കൽസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? അപ്പം ബൊട്ടാനിക്കൽസിനെ കുറിച്ച് പറയുമ്പം ആദ്യത്തെ നമ്മൾ ഈവനിങ് പ്രിംറോസ്, അത് ഓരോ ബൊട്ടാനിക്കലിനെ പറ്റിയും പറയുന്നുണ്ട് ഇവിടെ. അതായത് ഈവനിങ് പ്രിംറോസ് എന്ന് പറയുന്ന ആ പൂവിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സ്കിന്നിന് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് പ്രീമെൻസ്ട്രൽ പീരിയഡ്സ്, അതായത് പീരിയഡ്സ് ആകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, വയറുവേദന, അതുകൊണ്ടുണ്ടാകുന്ന പല അസ്വസ്ഥമായ ഒരു അവസരത്തിൽ ഈവനിങ് പ്രിംറോസ്, പിന്നെ അതുപോലെ വേറെ പല ബൊട്ടാനിക്കൽസ് ഇതിനകത്ത്. മാം സ്ലൈഡ് പ്ലീസ്. സോറി. അത് സ്കിന്നിനും അതായത് അത്യാവശ്യമായിട്ടുള്ളതാണ്. സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട്. ഇനി സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മെൻസ്ട്രൽ പീരിയഡ്സിൽ, അതായത് മാസം മുറയ്ക്ക് തൊട്ട് മുമ്പായിട്ട് വരുന്ന വേദനകൾ, ആ വേദനകൾക്ക് ഒരു പരിഹാരമാണ്. പിന്നെ ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, അതായത് അതിൽ നിന്നും നമ്മുടെ മുഖത്ത്, നമ്മുടെ ചർമ്മത്തിന് നല്ല ഷൈനിങ് ഒരു അപ്പിയറൻസ് കൊണ്ടുവരുന്നതാണ്. ഫ്ലാക്സ് സീഡ് നമ്മുടെ ശരീരത്തിന് മുഖത്തുള്ള ഒരു റഫ്നെസ് ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ട് ആ ഫ്ലാക്സ് സീഡിനകത്ത്. അതുകൂടാതെ ല്യൂട്ടിൻ, കണ്ണിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘട്ടമാണ് ല്യൂട്ടിൻ. ഇതെല്ലാം നമ്മുടെ ഈ പറയുന്ന ന്യൂട്രിചാർജ് വുമനകത്ത് ഈ കണ്ടന്റ് എല്ലാം, ലൈക്കോപ്പീൻ, ഹെയറും സ്കിന്നിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ പറയുന്ന 6 ബൊട്ടാനിക്കൽസ് ഈ ന്യൂട്രിചാർജ് വുമനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഒരു ന്യൂട്രിചാർജ് വുമൻ ടാബ്ലറ്റ് പരിഹാരമാണ്. യെസ് മാം. Now we go to amino acids. Amino acids are the building blocks of protein. So they help protein, they help in a lot of things. So let's see. Phenylalanine, this is one amino acid. It helps maintain the natural color of your skin. So it doesn't let your skin develop any pigment. Then is lysine, it helps in the absorption of calcium, iron and zinc. Then is arginine, helps in the growth of hair. Very good for hair. Tryptophan, it helps in mood swings and it's an antidepressant. It helps in any kind of mood swing during the PMS. Carnitine, it helps in increasing the capacity to physically exercise or to do any big work physically. And all these 5 amino acids are present in Nutricharge Women. Yes, ma'am. ഇനി ന്യൂട്രിചാർജ് വുമനിൽ അടങ്ങിയേക്കുന്ന അമിനോ ആസിഡ്സ്. ഇനി ഈ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഈ അമിനോ ആസിഡുകൾ ചേർന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. അതായത് പ്രോട്ടീനിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അമിനോ ആസിഡ്. അതായത് ഒരു വലിയ കെട്ടിടത്തിനെ നമ്മൾ ഉപമിക്കുമ്പോൾ ആ ഒരു പല ബിൽഡിംഗ് ബ്ലോക്സ് ചേർത്തിട്ടാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പല അമിനോ ആസിഡ് ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അതിന് ആദ്യത്തേത് ഫിനൈൽ അലനിൻ ആണ്. ഇത് നമ്മുടെ സ്കിന്നിന്റെ ഒരു കളർ, നാച്ചുറൽ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് സ്വാഭാവികമായിട്ടുള്ള ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ലൈസിൻ നമ്മുടെ ശരീരത്തുള്ള, അതായത് നമ്മൾ ഫുഡിൽ കൂടെ കഴിച്ച് നമുക്ക് കിട്ടുന്ന കാൽഷ്യവും അയണും സിങ്കും ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കും. ആർജിനിൻ മുടിയുടെ വളർച്ചയ്ക്കായിട്ട് ആവശ്യമായിട്ടുള്ളതാണ്, മുടി വളർച്ച. പിന്നെ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് മെൻസ്ട്രൽ സമയത്ത്, അതായത് പീരിയഡ്സ് ആകുന്ന സമയത്ത് പല മൂഡ് വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. ആ മൂഡ് വേരിയേഷൻസ് ഒക്കെ ബാലൻസ് ചെയ്ത് അതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ കാർട്ടിനിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിന് ഫിസിക്കലായിട്ട് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നാൽ അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ ഈ തരത്തിലുള്ള 5 അമിനോ ആസിഡുകൾ ന്യൂട്രിചാർജ് വുമനകത്ത് അടങ്ങിയിട്ടുണ്ട്. യെസ് മാം. So this is Nutricharge Women for you. 6 botanicals, 13 vitamins, 13 minerals, 5 amino acids, 13 fruits extract. And I want each one of you to
Now, this is the India's #1 multivitamin supplement for women. This sells more than any other multivitamin supplement. And Nutricharge is the first company to make a supplement that is separately made for women. This is a small comparison of value for money. How do we compare with all other products? So if you see, there's a Revital Women, there's a Herbalife, and there's a Nutrilite. And if you see, the number of nutrients in all the three other supplements are less than half. They do not have amino acids, they do not have fruit blend, and hence Nutricharge Women, which has 50 nutrients along with including 5 amino acids and a blend of 13 fruits, is definitely value for money. Yes, ma'am. Okay. അപ്പം നമ്മൾ ന്യൂട്രിചാർജ് വുമനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ന്യൂട്രിചാർജ് വുമനകത്ത് 6 ബൊട്ടാനിക്കൽസ്, 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, 5 അമിനോ ആസിഡ്സ്, 13 ഫ്രൂട്ട് എക്സ്ട്രാക്ട്സ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ന്യൂട്രിചാർജ് വുമൻ. ഇനി ഈ ന്യൂട്രിചാർജ് വുമൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉത്തമമായിട്ട്, അതായത് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു മൾട്ടി വൈറ്റമിൻ സപ്ലിമെന്റ് ആണ് ന്യൂട്രിചാർജ് വുമൻ. അതും ന്യൂട്രിചാർജ് കമ്പനി ആദ്യത്തെ വുമൻ സപ്ലിമെന്റ് ഉണ്ടാക്കിയ ഒരു കമ്പനി തന്നെയാണ് ന്യൂട്രിചാർജ് കമ്പനി. പിന്നെ അതിന്റെ ഒരു അതായത് പണത്തിന്റെ ഒരു മൂല്യം അതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മറ്റുള്ള വിപണിയിലുള്ള എല്ലാ തരത്തിലുള്ള ന്യൂട്രിചാർജുകളും വെച്ച് കമ്പാരിസൺ നടത്തിയാൽ, അതായത് നല്ല വില നമ്മുടെ ന്യൂട്രിചാർജ് വുമന്റെ ആ ഒരു കണ്ടന്റ് നോക്കുമ്പം നമ്പർ ഓഫ് ന്യൂട്രിയൻസ് നോക്കിയാൽ 50 ന്യൂട്രിയൻസ് ഉണ്ട്. അതിനകത്ത് അമിനോ ആസിഡ്സ് 5 ഉണ്ട്, ഫ്രൂട്ട് ബ്ലെൻഡ് 13 ഉണ്ട്. അതേസമയത്ത് മറ്റുള്ളതിലൊന്നും ഈ പറയുന്ന കണ്ടന്റ് ഇല്ല. അതും കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിലും അത്രയും കാര്യങ്ങൾ, അതായത് അമിനോ ആസിഡും ഫ്രൂട്ട് ബ്ലെൻഡും പല ന്യൂട്രിയൻസും വെച്ച് നോക്കുമ്പോൾ വെറും 16 രൂപയ്ക്ക് ഒരു ടാബ്ലറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ മറ്റുള്ള വിപണിയിൽ കിട്ടുന്ന ന്യൂട്രിചാർജിനെ വെച്ചാണ് നമ്മൾ ഇപ്പൊ ഈ കമ്പാരിസൺ ചാർട്ട് ഇവിടെ ഇട്ടേക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ന്യൂട്രിചാർജ് കമ്പനി നമുക്ക് തരുന്ന പ്രോഡക്റ്റ് എത്ര ഉത്തമമായ ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളത്. അത് ശരിക്കും നമ്മുടെ പണത്തിന്റെ മൂല്യം നമുക്ക് തരുന്നുണ്ട്. യെസ് മാം. So now I'm talking about pregnant mothers, pregnant ladies. If the lady is weak, so weak mother will always give birth to a weak baby. A healthy mother will only give birth to a healthy baby. And these are the ICMR RDA requirements for a pregnant woman. Iron 35 mg, calcium 1200 mg, vitamin C 60 mg, zinc 12 mg, folic acid, vitamin B12, vitamin A, and many other nutrients. So we advise that every pregnant woman should take 2 tablets of Nutricharge Woman daily. Yes, ma'am. ഇനി ഒരു ഗർഭിണിയായ സ്ത്രീക്ക്, അതായത് ഒരു ആരോഗ്യമുള്ള ഒരു അമ്മയ്ക്ക് മാത്രമേ ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ആരോഗ്യം ഇല്ലാത്ത ഒരു അമ്മയാണെങ്കിൽ ആ അമ്മ പ്രസവിക്കുന്ന കുഞ്ഞിനും ആരോഗ്യം ഉണ്ടാവില്ല. അപ്പൊ ഇനിയും അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കാൻ വേണ്ടി, അതായത് ഒരു പ്രഗ്നന്റ് ലേഡിക്ക് അത്യാവശ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തേക്കുന്നത് അയൺ 35 മില്ലിഗ്രാം വേണം, കാൽഷ്യം 1200 മില്ലിഗ്രാം വേണം, വൈറ്റമിൻ സി 60 മില്ലിഗ്രാം, സിങ്ക് 12 മില്ലിഗ്രാം, ഫോളിക് ആസിഡ് 500 mcg വേണം, വൈറ്റമിൻ B12 1.2 mcg വേണം, വൈറ്റമിൻ എ 800 mcg വേണം. അപ്പോ ഇതാണ് ഒരു സാധാരണ പ്രഗ്നന്റ് ലേഡിക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ന്യൂട്രിചാർജ് വുമന്റെ 2 ടാബ്ലറ്റ്, ഒരു ഗർഭിണിയായ അമ്മ 2 ടാബ്ലറ്റ് ന്യൂട്രിചാർജിന്റെ കഴിച്ചിരിക്കണം. യെസ് മാം. So I would like everyone to start their videos and or in the chat say, I promise I will take Nutricharge Woman every day. Okay, അപ്പം ഇപ്പം മാം ആഗ്രഹിക്കുന്നത് എല്ലാവരും ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ വീഡിയോയിൽ ഞാൻ എല്ലാ ദിവസവും ന്യൂട്രിചാർജ് വുമൻ കഴിക്കും എന്ന് ഒരു ശപഥം ചെയ്യുക, ഒന്ന് പ്രോമിസ് ചെയ്യുക എന്നാണ് മാം പറയുന്നത്. ചാറ്റ് ബോക്സിൽ ഇടാം. യെസ്, ഐ പ്രോമിസ് ഇടാം. Good. So Krishna Kumar is saying my wife will take Ambili, Pramila, Queen, Veena, Raji, Vidya,
Rose, Ramya, Sajni, Akhila, Amritlal, Anna Kutti, Reena, Salini. So many of them are saying, good. I am glad. And if you start taking very soon, you will see that your health has really improved for the better. Now, before we move on to the next section, I would like to really request you to keep your videos on. It's not a very encouraging thing to talk to a black screen. So please keep your videos on so that we know that there are daughters, there are families here who are listening to us. Thank you so much. So now we. Okay, ma'am, ഇവിടെ പറയുന്നത്. Yes, ma'am. മാം പറയുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ഓൺ ആക്കി വെക്കണം. എന്താന്ന് വെച്ചാല് നമ്മളെ ബ്ലാങ്ക് സ്ക്രീനിലേക്ക് നോക്കി സംസാരിക്കുമ്പം നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഒരു നെക്സ്റ്റ് സെഷൻ, അതായത് ഇപ്പൊ നമ്മൾ ഹെൽത്ത് ആണ് സംസാരിച്ചത്, ഇനി നമ്മൾ ആരോഗ്യം സംസാരിച്ചതിന് ശേഷം നമ്മൾ വെൽത്ത് അല്ലെങ്കിൽ സമ്പത്തിലേക്ക് പോവുകയാണ്. അപ്പം മാം എല്ലാവരോടും പറയുന്നത്, എല്ലാവരും സ്ക്രീൻ അതായത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യുക. എല്ലാവരും ന്യൂട്രിചാർജ് വുമൻ കഴിച്ചു തുടങ്ങണം എന്ന് മാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യുക. യെസ് മാം. So we are talking about what does a daughter actually need in life, or what does she want, what does she like to have. And I think that daughters need three things. The first is love, second is the freedom to take decisions, and the third is her own identity. Yes, ma'am. അതായത് ഒരു പെൺകുട്ടി എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ഒരു പെൺകുട്ടിയെ എന്തൊക്കെ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്വാതന്ത്ര്യം, സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നു. പിന്നെ സ്വന്തമായ ഒരു ഐഡന്റിറ്റി, അതായത് സ്വന്തമായ ഒരു അസ്തിത്വം അവർക്ക് ഓരോ പെൺകുട്ടിക്കും ഉണ്ടാകണമെന്നുള്ളത്. ഈ മൂന്ന് കാര്യങ്ങളാണ് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത്. യെസ്. So love from everyone in the society, like home, like in-laws, like friends, everyone is we want to be loved by. Freedom to take decisions. This becomes one of the most important things for us women, or for daughters. Freedom to take decisions for myself. What do I want to read? What do I want to wear? What course do I want to pursue? Then decision for the family. If I want to even buy a car, I should be able to decide. If I want to buy something for my daughter or for anyone, I should be able to decide. If I want to do something for my parents, especially after my marriage, I should be able to take those decisions. So the idea is that I should not be financially or monetarily dependent on someone for these decisions. I should be able to take decisions for the society. If I want to help someone in need with money, I should be able to take that decision. Yes, ma'am. അതായത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് സ്നേഹം ആരിൽ നിന്നും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അതായത് ഒരു പെൺകുട്ടി സ്നേഹം പ്രതീക്ഷിക്കുന്നത് സൊസൈറ്റിയിൽ നിന്നും, അതായത് നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മൾ സ്നേഹം പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇൻലോസ്, അതായത് വിവാഹത്തിന് ശേഷം ചെന്ന് കയറുന്ന വീട്ടിൽ നിന്നും എല്ലാവരിൽ നിന്നും സ്നേഹം പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട്സിൽ നിന്നും സ്നേഹം പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരിൽ നിന്നും ഈ തരത്തിൽ ഒരു പെൺകുട്ടി സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഇനി സ്വാതന്ത്ര്യം, അതായത് ഫ്രീഡം, സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഉള്ള ഒരു ഫ്രീഡം. അതായത് സ്വന്തമായിട്ട് ഞാൻ എന്ത് വാങ്ങണം, ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം, ഏത് ജോലിയിലേക്ക് പോകണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇതെല്ലാം സ്വന്തം ഡിസിഷൻ. പിന്നെ ഒരു കുടുംബത്തിലേക്ക്, അതായത് ഒരു കുടുംബജീവിതം നയിച്ചു തുടങ്ങുമ്പോൾ എന്റെ ഭർത്താവിന് എന്ത് വേണം, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണം, എന്റെ മോൾ എന്ത് സാധനം പറഞ്ഞാലും എനിക്ക് മേടിച്ച് കൊടുക്കാൻ സാധിക്കണം, എന്റെ ഫാമിലിക്ക് ഒരു കാറ് വേണം. ഇതൊക്കെ സ്വന്തം കുടുംബത്തിലേക്കുള്ളത്. പിന്നെ സ്വന്തം അച്ഛനമ്മമാർക്ക് വേണ്ടി വിവാഹം കഴിച്ചതിന് ശേഷം അമ്മയ്ക്കോ അച്ഛനോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനോ ഒക്കെ ഒരു സ്വാതന്ത്ര്യം, സാമ്പത്തിക ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ സമൂഹത്തിന് വേണ്ടിയിട്ട്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് നമുക്ക് സഹായം ചെയ്തു കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇതൊക്കെ ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന ഒരു ഫ്രീഡമാണ്, ഒരു സ്വാതന്ത്ര്യമാണ്. യെസ് മാം. And what do I want in order to get this freedom of decisions? What is needed? I need money.
a daughter needs money. So if you have to buy a car for the family, you need money. If you want to take a decision for yourself, I want to pursue this course, I want to buy this thing, I need money. If I have to do something for my parents, I need money. If I want to do something for the society, I want to help something, someone who is in need, I want money. Yes, ma'am. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും സ്വന്തം ആയിട്ട് ചെയ്യാൻ, അതായത് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, സമൂഹത്തിൽ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ നമുക്ക് പണമാണ് വേണ്ടത്. ഇത് പണം സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം കൈകളിൽ പണമുണ്ടെങ്കിൽ ഇതെല്ലാം ചെലവഴിക്കാൻ നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതാണ് ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നത്. യെസ് മാം. So all the parents sitting here and all the daughters sitting here, I'm sure they would understand and they would agree with me that this money is very important, and you would want your daughters to earn and to be financially independent. So what are the ways you can earn money? Money comes from job or a business. There are only two ways wherein we can make money. One is through a job, or another one is through a business. Yes, ma'am. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളും, എല്ലാ പേരൻസും ചിന്തിക്കുന്നുണ്ടാകും, അതുപോലെ തന്നെ എല്ലാ പെൺകുട്ടികളും ചിന്തിക്കുന്നുണ്ടാകും, അതായത് എങ്ങനെയാണ് നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുക. ഇനി ഈ പണം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് രണ്ട് മാർഗങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. ഒന്ന്, നമുക്കൊരു നല്ല ജോലി കിട്ടണം, അതാണ് നല്ലൊരു ജോബ് കിട്ടണം. ഇല്ലെങ്കിൽ നമുക്ക് എന്താ പിന്നെ ഒരു മാർഗം ഉള്ളത്? പിന്നുള്ള സെക്കൻഡ് ഓപ്ഷൻ ഇതേ ഉള്ളൂ, ഒരു ബിസിനസ് ചെയ്യണം. ഈ രണ്ട് രീതിയിൽ മാത്രമേ നമുക്ക് പണം കയ്യിലേക്ക് വരാനുള്ള സാധ്യത ഉള്ളൂ. യെസ് മാം. So when you talk about jobs are reducing, especially with the lockdown. A lot of factories and industries and areas of work have locked up, and they have actually stopped doing businesses. Like tourism is badly affected. Similarly, many other industries are badly impacted. So the number of jobs have reduced, and India's population is definitely increasing. So for one job, there are 10,000 applications that come. So hence, it is going to be increasingly difficult in the coming years to get a good paying, a handsome paying job. Yes, ma'am. ഇനി നമ്മൾ ആദ്യത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു നല്ല ജോലി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏകദേശം 1 വർഷത്തോളമായി ഈ ലോക്ക്ഡൌൺ സംവിധാനത്തിലേക്ക് നമ്മൾ കടന്നിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി, ഒരുപാട് സ്ഥലത്ത് ജോലിയിൽ നിന്നും ആൾക്കാരെ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് മേഖലകൾ, ടൂറിസം പോലെയുള്ള മേഖലകൾ, അത് മാത്രമല്ല ഒരുപാട് നമുക്കറിയാം, ഒരുപാട് ചെറുകിട സ്ഥാപനങ്ങളൊക്കെ നശിച്ചു പോയി, അടച്ചുപൂട്ടി കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമാണ്. ഇപ്പൊ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അറിയാം, ഒരു ജോബിന് വേണ്ടിയിട്ട്, ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് 10,000-കണക്കിന് ആപ്ലിക്കേഷൻസ് ആണ് വരാറുള്ളത്. പോസ്റ്റ് ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ കണക്കിലെടുത്താൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. യെസ് മാം. So in a job, you have to listen to your boss. In a job, you have to do unlimited hard work, but you will only get a fixed salary. In case you take a leave, the salary gets cut. Now we talk about, and you cannot do any business along with your job. So you cannot do any other work with your job. Yes, ma'am. ഇനി നമ്മൾ ഒരു ജോലിയിൽ പ്രവേശിച്ചു എന്ന് കരുതുക. അപ്പൊ നമ്മൾ അവിടെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാല് നമ്മുടെ ബോസ് പറയുന്നത് എന്താണോ അത് നമ്മുടെ മുകളിലിരിക്കുന്ന ആള് എന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്തിരിക്കണം. ഇനി അത് ചെയ്തത് ജോലിക്കൊരു ലിമിറ്റ് ഇല്ല. ഒരുപാട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് ശരിക്കും നല്ലൊരു അധ്വാനമാണ്. ഇതിന്റെയൊക്കെ ഫലം എന്താണ്? ഒരു തുച്ഛമായ ശമ്പളം, അത് ഒരു ഫിക്സ്ഡ് സാലറി. നമ്മൾ കൂടുതൽ ചെയ്താൽ കൂടുതൽ പണമൊന്നും നമുക്ക് ആരും തരില്ല. പിന്നെ ഒരു ലീവ് എടുത്താലോ നമ്മുടെ സാലറി കട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ അത് കുറയ്ക്കുകയും ചെയ്യും. പിന്നെ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു ബിസിനസ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചാൽ അത് ഒരുപക്ഷെ നടക്കില്ല. എന്തെന്ന് വെച്ചാൽ നമുക്ക് ആ ജോബിലെ കാര്യങ്ങൾ മുഴുവനും തീർത്തിട്ട് മാത്രമേ നമുക്കൊരു ബിസിനസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതിന് ഒരു ജോലിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്.
Yes, ma'am. Now, if you have to do business, you need money to start the business. And that is why we Indians, because we are a developing economy, we never have so much of money to do business. And that is why all of us want to take up a job. So you need money to start a business, you need money to expand a business. And in case even a day you are not able to take care of your business, your business gets impacted. Yes, ma'am. ഇനി ബിസിനസിനെ സംബന്ധിച്ചുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ബിസിനസ് തുടങ്ങണമെങ്കിൽ ധാരാളം പണം കയ്യിലുണ്ടാവണം. ഒരു തുടക്കം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളിന്റെ കയ്യിൽ ധാരാളം പണം ഉണ്ടാകണം. ഇനി ഈ പണം ഉണ്ടായാൽ മാത്രം പോരാ, ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തന്നെ, ഇത് ബിസിനസ് വളർത്തിയെടുക്കണമെങ്കിൽ വീണ്ടും പണം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി ഒരു ദിവസം ഒരു എന്തെങ്കിലും കാരണവശാല് നമുക്കൊരു ചെറിയ ഒരു ആബ്സെൻസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസിനെ ബാധിക്കും. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിരന്തരം അതിനകത്തേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്ന് അത് എക്സ്പാൻഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് നമ്മൾ ഒരു പാർട്ട് ടൈം ആയിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. യെസ് മാം. So you cannot do a business part-time, it needs your full-time. So what is the Nutricharge business opportunity for your daughter? And please pay attention to this, all daughters and all the parents, because this is a lifetime opportunity that is coming your way. What is the Nutricharge business opportunity? Yes, ma'am. അപ്പോ നമ്മൾ ഇപ്പൊ ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ന്യൂട്രിചാർജ് ബിസിനസ് എന്തൊക്കെ അവസരങ്ങളാണ് തരുന്നത്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പെൺകുട്ടികൾക്ക് ഏതെല്ലാം മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാൻ ഉള്ള അവസരം നമുക്ക് ന്യൂട്രിചാർജ് ബിസിനസ് ഒരുക്കുന്നുണ്ട്. യെസ് മാം. So who are we? What is Nutricharge? Nutricharge is a nutraceutical company. We have been making dietary supplements, dietary health supplements since 2011. The brand name Nutricharge means we are synonymous with wellness, and we market a range of dietary supplements right from the before birth to your last breath. Yes, ma'am. Okay, ഇനി ന്യൂട്രിചാർജ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ന്യൂട്രിചാർജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കമ്പനിയാണ്. അതായത് ന്യൂട്രിസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ന്യൂട്രിചാർജ് ഐറ്റംസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ന്യൂട്രിചാർജ് ഐറ്റംസ് സപ്ലൈ ചെയ്ത്, അതായത് 2011 സ്റ്റാർട്ട് ചെയ്ത ഒരു ഡയറ്ററി സപ്ലിമെന്റ്സ് എല്ലാം കൊടുക്കുന്ന ഒരു, അതായത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വെൽനെസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ട്രോപ്പിക് വെൽനെസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അത് ഒരുപാട് ന്യൂട്രിചാർജ് ഐറ്റംസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ബ്രാൻഡ് നെയിം ന്യൂട്രിചാർജ് എന്ന് ആണ് ഈ കമ്പനിയുടെ പേര്. പിന്നെ എല്ലാം ശരീരത്തിന്റെ ഒരു കുടുംബത്തിന്റെ മുഴുവനും ആരോഗ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ന്യൂട്രിചാർജ് കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഒരുപാട് ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ, അതായത് ഒരുപാട് ഹെൽത്ത് സപ്ലിമെന്റ്സ് പല ഏജിൽപ്പെട്ട ആൾക്കാര്, അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് മുതൽ വയസ്സ്, അതായത് പ്രായം ആകുന്നിടം വരെ അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഈ ന്യൂട്രിചാർജ് കമ്പനി നമുക്ക് തരുന്നുണ്ട്. യെസ് മാം. So what is our purpose? Our purpose is to give good health. Health first is our mantra. Yes, ma'am. അതായത് നമ്മുടെ ന്യൂട്രിചാർജിന്റെ ആദ്യത്തെ ഒരു മന്ത്രം എന്ന് പറയുന്നത് നല്ല ഹെൽത്ത് ആണ്. അതായത് ആരോഗ്യത്തോടെ ഇരിക്കാൻ ഉള്ള ഒരു മന്ത്രമാണ് ന്യൂട്രിചാർജ് കമ്പനി മുന്നോട്ട് വെക്കുന്നത്. അതാണ് ആദ്യത്തെ പർപ്പസ്. And these are our promises. This is the USP of Nutricharge: world-class formulations, 100% vegetarian, clinically proven, value for money, and they are very nice tasting. They have a yummy taste. Yes, ma'am. അതെ, ഇനിയും ഈ നമ്മുടെ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങളുടെ ഒരു കുറച്ച് പ്രത്യേകതകളാണ് ഈ പറയുന്നത്. അതായത് വേൾഡ് ക്ലാസ് അതായത് ലോകത്തുള്ള എല്ലാ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ എടുക്കുമ്പോഴും അതിലെ ഒരു വേൾഡ് ക്ലാസ് ഫോർമുലേഷൻ ഈ പറയുന്ന ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾക്കുണ്ട്. പിന്നെ 100% വെജിറ്റേറിയൻ ആണ്. അതായത് പ്ലാന്റ്സിൽ നിന്നുമുള്ള മുഴുവനും എക്സ്ട്രാക്റ്റുകൾ ഉപയോഗിച്ചാണ്, മാംസമായിട്ടുള്ള ഒരു സാധനവും ഇതിനകത്തില്ല. 100% വെജിറ്റേറിയൻ ആണ്. പിന്നെ ഇത്
ക്ലിനിക്കലി പ്രൂവൺ ആണ്. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇത് ശരിക്കും ക്ലിനിക്കലി പ്രൂവ് ചെയ്തേക്കുന്നതാണ്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം അത്രയ്ക്ക് ഗുണനിലവാരം ഉള്ളതാണെന്നാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ചെലവാക്കുന്ന ഓരോ പണത്തിനും ഓരോ പൈസയ്ക്കും അത് ശരിക്കും അതിന്റെ മൂല്യം നമുക്ക് തരുന്നുണ്ട്. പിന്നെ ടേസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും ഒരു അരുചിയും തോന്നില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പല ടാബ്ലറ്റ്സ് കഴിക്കുമ്പോഴും നമ്മൾ നല്ലൊരു ടേസ്റ്റും സ്മെല്ലും ഫ്ലേവറും ഒക്കെ ഉള്ള സാധനമാണ് നമ്മുടെ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ. യെസ് മാം. So these are the awards and certificates that we have won over the years, and so I will not get into the details now. This is what our range of supplements are, right from before birth to the last breath. So we have supplements for babies, for kids, for young women, for young men, for eyes, for cellular health, for immunity, for your knee and joint pain, for diabetic, for detox, for weight reduction, and an energy drink that is for your balancing the fluid in the body. Yes, ma'am. So this is a very huge range of supplements that we have, and I would like to. അതായത് നമ്മുടെ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ ജസ്റ്റ് ഒന്ന് എത്രമാത്രം ഉൽപ്പന്നങ്ങൾ ന്യൂട്രിചാർജ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ DHA നിങ്ങൾ ആദ്യം തന്നെ കാണും. കുഞ്ഞ് അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ മുതൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് DHA. അതിനുശേഷം ഒരു കുട്ടി വളർന്നു കഴിയുമ്പോൾ DHA ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ അതിനുശേഷം ഒരു കുട്ടി വളർന്നു കഴിഞ്ഞാൽ ന്യൂട്രിചാർജ് കിഡ്സ് ഉണ്ട്. ഒരു സ്ത്രീ ആയതിനു ശേഷം ന്യൂട്രിചാർജ് വുമൺ ഉണ്ട്. അതിന്റെ കൂടെ പ്രൊഡക്റ്റ് ഉണ്ട്, സ്ട്രോബെറി പ്രൊഡക്റ്റ്. ന്യൂട്രിചാർജ് മാനും ന്യൂട്രിചാർജ് കൊക്കോ പ്രൊഡക്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ അടുത്ത കാലഘട്ടം എടുക്കുകയാണെങ്കിൽ പോലും കണ്ണിന് ആവശ്യമായിട്ടുള്ളതുണ്ട്, സ്കിന്നിന് ആവശ്യമായിട്ടുള്ളതുണ്ട്, ബോൺ ആൻഡ് ജോയിന്റ്സ് അത്യാവശ്യമായിട്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കുണ്ട്. ഡയബറ്റിക്സ് ഷുഗർ പേഷ്യൻസിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റുകളുണ്ട്. പിന്നെ നമ്മൾ ബയോ ഏജ്, അതേപോലെ SNF നമ്മുടെ ബോഡി വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള സാധനമുണ്ട്. അതേപോലെ തന്നെ റിഫ്രഷർ ഡ്രിങ്ക് ഉണ്ട്, നമ്മളെ എപ്പോഴും എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഡ്രിങ്ക്. ഇത്രയും ഒരു വൈഡ് റേഞ്ച്, അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ന്യൂട്രിചാർജ് നമുക്ക് നൽകുന്നുണ്ട്. യെസ് മാം. So now let's understand, how is this business different? How is our business better than a conventional business? Now, what happens in a conventional business? You take money, you buy a product from a manufacturer, you invest more money in probably setting up a shop, a retail shop, and you sell that product to a consumer, and whatever money you get from that, you derive your profit. Yes, ma'am. ഇനി ഒരു കൺവെൻഷണൽ ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഈ കൺവെൻഷണൽ ബിസിനസ്സിൽ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് ഒരു മാനുഫാക്ചറർ അതിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ആ സാധനങ്ങൾ നമ്മൾ വീണ്ടും പണം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ചെറിയ ഷോപ്പ് അല്ലെങ്കിൽ ഒരു വലിയ ഷോപ്പ് തുടങ്ങുന്നു. ആ ഷോപ്പിൽ നിന്നും ആ പ്രോഡക്റ്റ് വിറ്റിട്ട് കൺസ്യൂമർ അത് വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ലാഭം, അതാണ് നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് ഇതിലേക്ക് നമ്മുടെ കയ്യിലേക്ക് കടന്നു വരിക. യെസ് മാം. In Nutricharge business, what will happen? You will buy nutritional supplements with a very nominal working capital kind of an investment, that is around 1,000 rupees. This is you will sell this on the MRP to a consumer, and the money that you get, you will earn your income and your retail margin through this. That is why you have double income from Nutricharge business. ഇനി ന്യൂട്രിചാർജ് ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ന്യൂട്രിചാർജ് സപ്ലിമെന്റ്സ് നമുക്ക് ഒരു ചെറിയ തുക കൊടുത്ത് നമ്മൾ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ, നമ്മളൊരു പണം കൊടുത്ത് ആ സാധനം വാങ്ങുന്നു. നമ്മളാണ് ഡിസ്ട്രിബ്യൂട്ടർ. ഈ ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ പോയി അത് MRPക്ക് വിൽക്കുന്നു. അത് കൺസ്യൂമേഴ്സ്, അത് വാങ്ങുന്നയാള് അത് വാങ്ങിയിട്ട് അതിൽ നിന്നും കിട്ടുന്ന, അതായത് MRPയിൽ നിന്നും വാങ്ങി നമ്മൾ അത് കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷൻ കിട്ടുന്നു. അത് കൂടാതെ ഒരു റീറ്റെയിൽ മാർജിൻ, ആ MRPയിൽ നിന്നുള്ള റീറ്റെയിൽ മാർജിൻ അതും നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂട്രിചാർജ് ബിസിനസ്സിൽ നമുക്ക് ഡബിൾ ആയിട്ടാണ് നമുക്ക് ഇൻകം വരുന്നത്. യെസ് മാം.
So Nutricharge business, you do not need a heavy investment. You do not need a lot of money to start the business because the factory belongs to Nutricharge. All the products are made in our factory. You do not have to establish a factory. In a conventional business, you will have to go to the place of work and work from there. Nutricharge business, you can work from home. You have a big range of Nutricharge products to work with, which I just shared with you. In a conventional business, you need to give constant attention to the business. Here, your team is who pays attention to the business. Yes, ma'am. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ, ഈ ബിസിനസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ന്യൂട്രിചാർജ് ബിസിനസ്സിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യണ്ട, ഇൻവെസ്റ്റ്മെന്റ് സീറോ ആണ്. അതേസമയത്ത് ന്യൂട്രിചാർജ് ബിസിനസ്സിലെ ഫാക്ടറി, സ്വന്തമായിട്ട് നമുക്ക് ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിൽ നിന്നും സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നു. അതേസമയത്ത് ഒരു കൺവെൻഷണൽ ബിസിനസ്സിൽ നമുക്ക് ആ ബിസിനസ് ചെയ്യുമ്പം നമ്മൾ ആ ബിസിനസ് സ്ഥലത്ത് പോയിരുന്ന് വേണം, നമ്മൾ ആ വർക്ക് ഫ്രം ഹോം നമുക്ക് പറ്റില്ല, നമ്മൾ അവിടെ പോയിരുന്ന് ആ ബിസിനസ് നോക്കണം. വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് ന്യൂട്രിചാർജ് ബിസിനസ്. നമുക്ക് വീട്ടിൽ നിന്നും ഒരുപാട് പ്രോഡക്റ്റ് കിട്ടും. ആ സുലഭമായിട്ട് കിട്ടുന്ന ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ടീമാണ് അവിടെ ആ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതേസമയത്ത് കൺവെൻഷണൽ ബിസിനസ്സിൽ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. യെസ് മാം. So this business is a team business. This is a new age business. This business works better when we work together. And hence, so because this is the day of collaborating with each other, this is the business of collaboration. Yes, ma'am. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ന്യൂട്രിചാർജ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമല്ല, നമ്മൾ ഒരു ടീമായിട്ട് ഒന്നിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റു പലരുമായിട്ട് കൂടി ചേർന്ന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ന്യൂട്രിചാർജിന്റെ ബിസിനസ്. യെസ് മാം. So in a conventional business, your income may increase or it may decrease. But in Nutricharge, after a certain level, your income will only increase consistently. Yes, ma'am. ഇനി കൺവെൻഷണൽ ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻകം, അതായത് നമുക്ക് കിട്ടുന്ന പണം ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. അത് കൂടാനും കുറയാനും ഉള്ള സാധ്യത കൺവെൻഷണൽ ബിസിനസ്സിലുണ്ട്. അതേസമയത്ത് ന്യൂട്രിചാർജ് ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. യെസ് മാം. So in a conventional business, you might have to suffer a loss. But here in Nutricharge business, because you're not investing anything, hence there is no loss. And one important thing, you cannot close down a Nutricharge business because because there is a team working under you. So you can just stop doing your business, but you can never close down that business. Once you've started, that business will always give you some money. Okay. ഇനി കൺവെൻഷണൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചില സമയത്ത് നമുക്ക് ലാഭം ഉണ്ടാകും, ചില സമയത്ത് നഷ്ടം ഉണ്ടാകും. ചില സമയത്ത് നഷ്ടം നമുക്ക് നേരിടേണ്ട ഒരു അവസരമൊക്കെ കൺവെൻഷണൽ ബിസിനസ്സിൽ ഉണ്ടാകാറുണ്ട്. അതേസമയത്ത് ന്യൂട്രിചാർജിന്റെ ബിസിനസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഒരു നഷ്ടത്തിന്റെ കണക്കും നമുക്ക് വരില്ല. അതായത് ഒരു സമയം നമ്മൾ ന്യൂട്രിചാർജിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനിയും വേണ്ട എന്ന് വെച്ച് നമ്മൾ പിന്മാറി ഇരുന്ന് കഴിഞ്ഞാലും നമ്മുടെ താഴെ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. ആ ടീം ഒരിക്കലും അവര് നിൽക്കില്ല. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാലും ന്യൂട്രിചാർജ് ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. യെസ് മാം. In a conventional business, you have to learn on your own. In Nutricharge business, we constantly train you on how to sell on products, on selling, everything. We are always in touch with you and we're always together. So we work as a team with you. Yes, ma'am. ഇനി ന്യൂട്രിചാർജിനെ സംബന്ധിച്ചുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ് മാം പറഞ്ഞത്. അതായത് കൺവെൻഷണൽ ബിസിനസ് എന്ന് പറയുമ്പം നമ്മൾ തനിയെ ഇരുന്ന് ബിസിനസ് പഠിക്കണം. നമ്മൾ പഠിച്ച് വേണം നമ്മൾ ഓരോ പടിയും മുന്നോട്ട് ചവിട്ടി കയറാന്. അതേസമയത്ത് ന്യൂട്രിചാർജ് ബിസിനസിനെ സംബന്ധിച്ച് നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ്, പിന്നെ ഓരോ പ്രോഡക്റ്റിനെ പറ്റി നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നത് കൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ എല്ലാവരും നമുക്ക് ഫുൾ ടൈം സപ്പോർട്ട് നമുക്ക് ന്യൂട്രിചാർജ് ഐറ്റംസിൽ അതിന്റെ സെയിലിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് കിട്ടുന്നുണ്ട്. യെസ് മാം.
So we market our products exclusively through an agency called RCM. RCM is our business partner. RCM is our strength. And when you start selling Nutricharge products and when you start doing business with us for Nutricharge products, there are many other products that are available to you to do business. For example, you have a whole range of grocery for to do business in. You have a whole range of apparels, that is garments. There is a whole range of luggage, and there is a whole range of shoes. So you get to do business in so many products along with Nutricharge. Yes, ma'am. ഇനി അതായത് RCM പ്രോഡക്ട്സും ന്യൂട്രിചാർജും കൈകോർത്താണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ RCMന്റെ കൂടെ കൈകോർത്ത് ന്യൂട്രിചാർജ് കൂടെയുണ്ട്. ഇനി ആ RCM പ്രോഡക്റ്റ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് നമ്മുടെ RCM പ്രോഡക്റ്റിൽ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാല് ഈ ബിസിനസ് പാർട്ട്ണറായിട്ട് നമ്മൾ RCM ന്യൂട്രിചാർജ് RCM ഇവര് നല്ലൊരു ബിസിനസ് പാർട്ട്ണറായിട്ട് എടുത്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇനി ഈ ന്യൂട്രിചാർജ് ഐറ്റംസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് RCM പ്രോഡക്ട്സ്, വസ്ത്രങ്ങളുണ്ട്, ബാഗുകള്, ചെരുപ്പുകള്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് തന്നെ നമുക്ക് തന്നുകൊണ്ട് ഈ ബിസിനസ് എത്രയും കൂടുതൽ പ്രോഡക്റ്റിന്റെ റേഞ്ച് വളരെ അധികം ആയതുകൊണ്ട് ഈ ഒരു ഐറ്റം മേൽ മാത്രം നമ്മൾ ആശ്രയിച്ചിരിക്കേണ്ട കാര്യമില്ല. ഈ പ്രോഡക്റ്റ് എല്ലാം നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് നമുക്ക് സുലഭമായി ലഭിക്കുന്നുണ്ട്. യെസ് മാം. So there are various business opportunities available. Where will you do business if you want your daughter to join this business? What are the areas that we can work with? Of course, there are corporate offices we can go to and speak to them about nutrition. There are schools, there are colleges, there are big housing societies, there are events that we organize. There is a digital marketing platform, and we help you do business on in all these areas. Yes, ma'am. ഇനി നമ്മൾ ഇതിന്റെ സാധ്യത അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ പെൺമക്കൾ എങ്ങനെയാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് വഴികളുണ്ട്. നമ്മൾ കോർപ്പറേറ്റ് ഓഫീസുകൾ സന്ദർശിക്കാം, ആ വഴി ചെയ്യാം. സ്കൂളുകളിൽ കൂടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ കോളേജുകളിൽ, പിന്നെ വലിയ വലിയ ഹൗസിംഗ് സൊസൈറ്റീസിൽ പോയി സംസാരിക്കാം. പല ഈവന്റ് മാനേജ്മെന്റ്സിൽ ചെന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ ഓഫ് കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടിയുണ്ട്. അപ്പൊ ഈ എല്ലാ മാർഗത്തിലൂടെ നമുക്ക് ഈ ഐറ്റംസ് RCM പ്രോഡക്റ്റും ന്യൂട്രിചാർജ് ഐറ്റംസും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. യെസ് മാം. So when a business model in a conventional business, when you're doing too good, for example, Shanaz Hussain has a beauty parlor. She opens one first outlet and she does very well. Then what she does, she goes and opens a second outlet, and when she opens a second outlet, she has to invest money, hiring employees, infrastructure, working capital. Then she does very well in that second outlet. She goes ahead and opens a third outlet. Again, she invests a lot of money, employees, infrastructure, capital, and this is the way she gets more profit. But here in Nutricharge, the beauty is that you do not have to spend anything, no investment. This is you want to, suppose you are in Chennai today and you decide that, no, I want a branch of mine in Bangalore. You do not have to physically go there. You do not have to invest money. You do not have to take up a place. You do not have to spend any money. You just have to create one business partner in Bangalore and your branch starts there. So here, no investment of money, and only investment of time, nothing else. And similarly, you decide to open up a branch, say probably in Delhi. So you just create one business partner in Delhi, and again, no investment of money, only investment of time, and you have more money. Yes, ma'am. Okay. അതായത് നമ്മള് സാധാരണ ഒരു കൺവെൻഷണൽ ബിസിനസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ ബിസിനസ് വളർത്തുക, ആ ബിസിനസ് വളർത്തുന്ന രീതി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഒരു വ്യക്തി എവിടെയെങ്കിലും തുടങ്ങി നന്നായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി എന്ന് കാണുമ്പം നമ്മളൊരു സെക്കൻഡ് ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യും വേറൊരു സ്ഥലത്തേക്ക്. അവിടെ വീണ്ടും നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യണം, പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കണം, ആ സ്ഥാപനത്തിലേക്ക് മൊത്തം ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഒരു കുറെ പണം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ടാക്കണം. ഇനി വേറൊരു സ്ഥലത്ത് ഒരു തേർഡ് ഔട്ട്ലെറ്റ് ഉണ്ടാക്കണമെങ്കിൽ പോലും വീണ്ടും ആ സ്ഥലത്ത് ഈ സാധനങ്ങളെല്ലാം നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം.
അങ്ങനെ നമുക്ക് പല മേഖലകളിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുക. അതേ സമയത്ത് നമ്മുടെ ന്യൂട്രിചാർജ് ബിസിനസ് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക, ന്യൂട്രിചാർജ് ബിസിനസ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇത് യു എന്ന് പറയുന്നത് നിങ്ങളാണ്. ആ നമ്മുടെ കയ്യില് നമ്മൾ അടുത്ത ബിസിനസ് പാർട്ട്ണർ, ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ചെന്നൈയില് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഒരു പുതിയ കട തുടങ്ങണം, ഒരു വണ്ടർ വേൾഡ് ക്വിക്ക് തുടങ്ങണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായാൽ ഒരു പുതിയ ബിസിനസ് പാർട്ട്ണറിനെ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്താൽ മതി. പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട, സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. വേറൊരു ബിസിനസ് എനിക്ക് ഡൽഹിയിൽ ഒരു ഓപ്പണിംഗ് വേണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഡൽഹിയിലുള്ള ഒരാളിനെ കണ്ടെത്തിയാൽ മാത്രം മതി. അവിടെയും എനിക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എൻ്റെ സമയം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഇതേപോലെ നന്നായിട്ട് പണം ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ന്യൂട്രിചാർജ് ബിസിനസ്. യെസ് മാം. So why is this business the best business for your daughters? This will give all three things: love, freedom to take decisions, and identity. RCM is the only business that can give you all these three things, because it has a very safe environment, and I can vouch for it. In the past 6 years, I have traveled to almost every nook and corner of the country. I did not even know that such places existed in India, so I've traveled there also. And believe me, not for a second have I felt that I am not safe. The way RCM team takes care of you, because this is a team business, and this is probably the biggest strength of this business. Not only safety, but if I do not possess a particular strength, there are others who will help me in that. Suppose I want to sell Nutricharge SNF to someone, but I do not know what to say. I can always call up my upline or my downline or some friend of mine and ask that, will you be able to explain Nutricharge SNF to that person? Or you can call up Nutricharge and say that, listen, I need help in this direction. So everyone is there to help. It's a beautiful teamwork, and I think every daughter should have this business in her name. Yes, ma'am. ഇനി നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അതായത് RCMലൂടെ മാത്രമാണ് ഒരു പെൺകുട്ടിക്ക് സ്നേഹവും സ്വാതന്ത്ര്യവും ആ കുട്ടിയുടെ ഒരു ഐഡന്റിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് എത്ര സേഫ് ആണെന്നും കൂടിയാണ് മാം ഇപ്പൊ പറഞ്ഞു തന്നത് നമുക്ക്. അതായത് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ വളരെ സുരക്ഷിതരാണ് എന്നുള്ള ഒരു ഫീലിംഗും കൂടെ തീർച്ചയായിട്ടും ഈ RCM ബിസിനസ്സിലുണ്ട്. അതായത് RCM ബിസിനസ് നമ്മൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യമുണ്ട്, അതുപോലെ തന്നെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, മാം പറയുന്നത് ഈ ലോകത്ത് ഇന്ത്യയിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും സഞ്ചരിക്കാൻ ഉള്ള ഒരു ഭയവും തോന്നാത്ത രീതിയിൽ നമുക്ക് സഞ്ചരിക്കാം, ഓരോ സ്ഥലങ്ങളിൽ പോകാം. അവിടൊക്കെ RCMന്റെ പ്രവർത്തകരുണ്ടാകും. നമ്മളെ ശരിക്കും അതേ രീതിയിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മളെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളോടൊപ്പം വന്നു ചേരുന്നു. ഇനി അത് മാത്രമല്ല, എവിടെ എത്തിയാലും നമ്മൾ ഏത് കാര്യത്തിലാണോ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഡിഫക്റ്റ് അല്ലെങ്കിൽ ഒരു പോരായ്മ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ പോരായ്മ നികത്തിക്കൊണ്ട് നമ്മുടെ കൂടെ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ കൂടെ എത്തുന്ന ഒരുപാട് അപ്ലൈൻ ലീഡേഴ്സും ഡൗൺലൈൻ ലീഡേഴ്സും ഒക്കെ ഉണ്ടാകും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കാൻ. അപ്പൊ എന്തുകൊണ്ടും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു RCM ബിസിനസ് എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായ, വളരെ സേഫ് ആയിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ്. അത് മാത്രമല്ല, ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യവും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. യെസ് മാം. So we have many women here today with us. I can see one sitting here, Vijni, who we will speak to them once the session is done, and we will know from them then whether this business has been able to give them money and identity. Vijni, I can definitely say that she's become the face in entire India. I mean, everyone knows that there is a lady called Vijni Sanjay who earns in lakhs and who sells every day, and who is a self-motivated lady. I am sure when she was working as a nurse, she never had this. No one knew that there was a nurse called Vijni Sanjay somewhere in Kerala. But today, everyone knows that there is a lady called Vijni Sanjay. She's become a star. She's become a superstar. So this
platform can really give you identity, can give you money, can give you the freedom of taking decisions. So once I'm through with this session, Vijni, we would like to hear from you your view on why should women and daughters join this business. So Yes, I'll ma'am. take you through the rest part of my presentation, and we'll come back to you, Vijni. So Okay, ma'am. Thank you. So this is one business which gives you the opportunity to serve the society also along with earning money. And I think every person, each one of us, want to be known as people who care for the society, who love others, who want to make a difference to the society. And this is one business. No business gives you the opportunity to serve along with earning money. This is the only business that gives you the opportunity to serve others along with making money. Yes, Sridhar ma'am. അതായത് RCM മാത്രമാണ് ഒരു ബിസിനസ്. അതായത് ഈ ഒരു അവസരം RCM മാത്രമാണ് തരുന്നത്. മറ്റുള്ളവർക്ക്, അതായത് സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്. സമൂഹത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് നമുക്ക് RCMലൂടെ മാത്രമാണ്. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഉള്ള വ്യക്തികളോട് ഉള്ള ഒരു സ്നേഹവും കടപ്പാടും ഒക്കെ നമുക്ക് നിലനിർത്തണമെങ്കിൽ ഈ RCMലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. യെസ് മാം. Of course, it gives you an opportunity to earn unlimited money. And these are some figures, some things that we had put across, that if you decide to put 5 hours in a month, that is 5 consumers, you will be able to earn 2,265 rupees in a month. If you decide to put in 10 hours, that is 10 consumers, you can earn 4,730 rupees. If you decide to put in 25 hours in a month, that is almost an hour a day, you can make 12,450 rupees. If you decide to put 2 hours in a day, that is around 50 hours in a month, you can earn 26,000 bucks. If you decide to put in 100 hours, you can earn 54,000 in a month. And if you decide to work daily like Vijni does, you can earn anywhere in lakhs. There is no limit. Yes. So coming back, yes ma'am. അതായത് നമ്മള് ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരു 5 മണിക്കൂർ വർക്ക് ചെയ്യുകയാണ് ഒരു മാസത്തിലെങ്കിൽ, അതായത് 5 കൺസ്യൂമേഴ്സിനെ നമ്മൾ കണ്ടെത്തി അത് നമ്മൾ ആ രീതിയിൽ വർക്ക് ചെയ്ത 2,265 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റും. 10 മണിക്കൂർ വർക്ക് ചെയ്താൽ 4,730 രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. 25 മണിക്കൂർ വർക്ക് ചെയ്താൽ ഏകദേശം 12,450 റുപ്പീസ് വരെ ഏൺ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ 50 മണിക്കൂർ വർക്ക് ചെയ്താൽ 26,000 രൂപയോളം നമുക്ക് വർക്ക് ചെയ്ത് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ 100 മണിക്കൂർ ആണെങ്കിൽ നമ്മൾ 54,000 രൂപയോടടുത്ത് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അതേ സമയത്ത് മാം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നും വർക്ക് ചെയ്യുകയാണ്. അതായത് നമ്മുടെ വിജിനി മാഡം വർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്താൽ എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. യെസ് മാം. And of course, you can create your own identity. These are some women who have created their identity. So if you're interested, please get in touch with the person. If you're new, then get in touch with the person who invited you for this session. Now, the last segment that I want to talk about is women are the first doctors of the family. When we started this session, Murthy sir was saying that we are responsible to give medicine to our father-in-law or in-laws. We are responsible to take care of the health of our kids, of our husbands. You just notice the pattern. If by chance you get a cut in your hand, you are maybe at home and doing something, you get a cut, the first person you invite, you shout out is for the lady of the house. Amma, mama, nani, dadi, whoever is there, you shout out for that person, because the lady is the first doctor of your house. Yes ma'am. അതായത് ഇപ്പൊ നമ്മള് ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു സ്ത്രീ ഒരു വീട്ടിലെ ആദ്യത്തെ ഡോക്ടറാണ്. അതായത് ആ വീട്ടിലെ മുഴുവനും ആൾക്കാരുടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ഭർത്താവിന്റെ കാര്യമായിക്കോട്ടെ, ഒരു സ്ത്രീയാണ് ആ വീട്ടിലെ ഡോക്ടറായിട്ട് പ്രവർത്തിക്കുന്നത്. ഒരു കയ്യിലൊരു ചെറിയ മുറിവുണ്ടായാൽ നമ്മൾ ആദ്യം വിളിച്ച് നമ്മുടെ അടുത്തേക്ക് വരുത്താൻ ആഗ്രഹിക്കുന്നത്
ആ വീട്ടിലെ ഒരു സ്ത്രീയെ തന്നെ ആയിരിക്കും. അത് അമ്മയായിക്കോട്ടെ, മുത്തശ്ശി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അപ്പൊ ഒരു സ്ത്രീ തന്നെയാണ് ഒരു വീട്ടിലെ ആദ്യത്തെ ഡോക്ടർ എന്ന് പറയുന്നത്. യെസ് മാം. So it's important for a girl to have knowledge of nutrition so that she can take care of her health and her family's health. And hence we bring to you an advanced nutrition counseling course. Yes, ma'am. അതായത് നമ്മള് ഒരു സ്ത്രീ തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. അതായത് അതിനെക്കുറിച്ചുള്ള എല്ലാ പഠിപ്പും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ എക്സ്പെർട്ടിഫൈയുമായി ചേർന്ന് ഒരു കൗൺസിലിംഗ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അത് സ്ത്രീകളെ അതിനെക്കുറിച്ചുള്ള ഒരു കുറെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യമാണ്. യെസ് മാം. So the language of the course is Hindi and English both. So whatever you're comfortable in, you can take that language. There is an online support. We have a session first Sunday of every month. So today at 8 p.m. we have the second session. The message has been sent out to everyone. Whoever have subscribed for this course will get to attend this session today in the evening at 8 p.m. And you can ask whatever questions you have, and we are there. Milind sir, myself, and Samrat sir, who is the CEO of Expertify. All three of us are there every day for every Sunday for 2 hours. Yes, ma'am. അതായത് നമ്മുടെ എക്സ്പെർട്ടിഫൈ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഈ ന്യൂട്രീഷൻ കൗൺസിലിംഗ് കോഴ്സ് 2 ഭാഷയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും. അത് കൂടാതെ ഒരുപാട് ഓൺലൈൻ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് എല്ലാ മാസത്തെയും ആദ്യത്തെ ഞായറാഴ്ച വൈകുന്നേരം 8 മണിക്ക് ഈ തരത്തിലുള്ള നമ്മുടെ സംശയങ്ങളും നമുക്കുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പല കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യാം. മാമും വേറെ 2 ഒഫീഷ്യൽസും ഇതിനകത്ത് ഉണ്ടാകും. അവരെ എല്ലാ ഡൗട്ട്സും ഒക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് ഈ കൗൺസിലിംഗ് കോഴ്സിനെ പറ്റിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ സപ്പോർട്ടും ഓൺലൈൻ സപ്പോർട്ടും തന്നുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ട്. യെസ് മാം. So you'll also get a certificate, which is the National Skill Development Corporation NSDC certificate. This is the Skill India certificate, which provides credibility to the course. What is the use of the certificate for daughters? For further studies, the certificate can be used. For a job, the certificate can be used. For her own business, the certificate can be used. This can also help in marriages. That adds one more feather in the cap of the daughter. This, because with the help of the certificate, the daughter can help you in your business. This can increase the confidence of the daughter. ഇനി ഈ സർട്ടിഫിക്കറ്റിനെ കുറിച്ച്, അതായത് നമ്മൾ ഈ കോഴ്സ് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ NSDCയുടെ ഒരു അതും ITMന്റെ ഒരു ക്രെഡിബിലിറ്റി സർട്ടിഫിക്കറ്റും കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഇനി ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ, അതായത് പല മേഖലയിൽ നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതായത് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ജോബിലേക്ക് എത്തിച്ചേർന്നാൽ ആ സർട്ടിഫിക്കറ്റ് അവിടെ യൂസ്ഫുൾ ആണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിന്, അത് കൂടാതെ സ്വന്തമായിട്ട് ചെയ്യുന്ന ബിസിനസ്സിലും ഈ സർട്ടിഫിക്കറ്റ് പ്രയോജനപ്പെടും. ഇനി അത് കൂടാതെ ഒരു വിവാഹ ജീവിതം, അതായത് വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും, അതായത് ഇങ്ങനത്തെ ഒരു ഹെൽത്ത് കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രയോജനം ചെയ്യും. കൂടാതെ ബിസിനസ്സിലും പിന്നെ ഒരു പെൺകുട്ടിക്ക് ആത്മവിശ്വാസം വളർത്താൻ വേണ്ടിയും ഈ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. Yes, ma'am. So the course fees is 4,500. Right now we have a discount for RCM distributors. That is 3,500 is the price. And those who did the nutrition counseling course, the previous one, they have a discount of 1,500. So 3,000 will be the fee. Yes, ma'am. ഇപ്പോഴത്തെ ഈ കൗൺസിലിംഗ് കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത്, കൗൺസിലിംഗ് കോഴ്സിന്റെ ഫീ 4,500 രൂപയാണ്. പിന്നെ RCM ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് 1000 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്, 3,500 രൂപയേ ഉള്ളൂ. അതേസമയത്ത് നേരത്തെ കൗൺസിലിംഗ് കോഴ്സ്, ന്യൂട്രീഷൻ കൗൺസിലിംഗ് കോഴ്സ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ 3,000 രൂപയ്ക്കാണ് ഈ കൗൺസിലിംഗ് ഫീ ഇതിന്റെ നിൽക്കുന്നത്. Yes, ma'am. The last date for this discount is 15th of June. We are on 6th of June today. The last date is 15th of June. ഇന്ന് 6th June ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ്, അതായത് ഡിസ്കൗണ്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15 ജൂൺ ആണ്.
അപ്പൊ ഇന്ന് 6 ആയിട്ടുണ്ട്. ചെയ്യേണ്ടവര് എത്രയും പെട്ടെന്ന് 15 ജൂണിന് മുന്നേ തന്നെ ഇത് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. യെസ് മാം. I think every girl, every daughter should pursue this course because we don't have enough time. I wanted to play a small video now how to register, but I'll send it to Murthy sir, so along with the link, so that it can be sent to all of you. And with that, I would like to talk to Vijni and probably some other women who have been pursuing RCM business very well, and also those who have done the course. And if they want to share their feedback about the course, they're most welcome. Yes, Murthy sir. Yes, Vijni. I will try and understand whatever you say, rather than wanting to get it translated. Okay. Namaskaram, RCM, Nutricharge, Nutricharge. Nutricharge. എൻ്റെ പേര് വിജിനി സഞ്ജയ്. ഞാൻ ചാലക്കുടി പുരാരിയിൽ നിന്ന് വരുന്നു. എല്ലാവർക്കും അറിയാം, ഞാൻ നേഴ്സായിരുന്നു. അമൃതയിൽ വർക്ക് ചെയ്തിരുന്ന നേഴ്സായിരുന്നു. പക്ഷെ കുട്ടിയായപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ സാഹചര്യം, ഇപ്പൊ മാഡം പറഞ്ഞ ഈ ബിസിനസ്സുമായിട്ട് എൻ്റെ ഒരു ജീവിത സാഹചര്യമായിട്ട് ഞാൻ പറയാം. അന്ന് ഞാൻ പോരുമ്പോൾ, അമൃതയിൽ നിന്ന് ജോലി നിർത്തി പോരുമ്പോൾ ശരിക്കും 10,000 രൂപയായിരുന്നു എൻ്റെ വരുമാനം. ഇപ്പൊ ഞാൻ RCMൽ മരുന്നുകൾ കൊടുക്കാത്ത ഒരു നേഴ്സായിട്ട് ഞാൻ വർക്ക് ചെയ്യാണ്. അത് നമ്മുടെ ന്യൂട്രിചാർജിന്റെ ഫുഡ് സപ്ലിമെന്റ് മാത്രം കൊടുത്ത് ഞാൻ ഇതില് ന്യൂട്രിചാർജിന്റെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് 1,20,000 രൂപയാണ്. നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന ഓരോ പേരൻസും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഒരു പെൺകുട്ടിയെ മാരീഡായി അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം മറ്റുള്ള ജോബ് അവർക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് അതിനെ കണ്ടിന്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്കൊരു ഫ്രീഡം ഇല്ലാതെ ജീവിക്കേണ്ടി വരും അല്ലെ. പക്ഷെ നമ്മുടെ ന്യൂട്രിചാർജിന്റെ ഈ ബിസിനസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു ഫ്രീഡം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഇതിന്റെ ഇൻകം കിട്ടിയ RCMൽ നിന്ന് കിട്ടിയ ഒരു ഇൻകത്തിന്റെ ചാർട്ടാണത്. ഓക്കെ സാർ. സാർ ക്ലിയർ അല്ലേ? ഇച്ചിരിയോടെ വലുതാക്കാൻ പറ്റുമോ? ഓ പിന്നെന്താ, അല്ല ആളുകൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ സാർ, അവസാനത്തെ കാണാമല്ലോ. ഓക്കെ. 1,20,000 രൂപയാണ് എന്റെ വരുമാനം വന്നത്. അതിൽ ടാക്സ് കട്ട് ചെയ്ത് 1,16,000 സംതിങ് രൂപ എന്റെ അക്കൗണ്ടിൽ കയറി. നിങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ വേറൊരു ജോലി ചെയ്തു കഴിഞ്ഞാൽ പെൺകുട്ടിയെ സംബന്ധിച്ച് നമുക്ക് ഇത്രയും സന്തോഷമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ജോബ് വേറെ ഒന്നുമില്ല. അത് ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷമാണ്. അത് ഞാൻ ചെയ്യുന്നത് RCMൽ വന്ന് നമ്മുടെ മനീഷ മാഡത്തിന്റെ ഒക്കെ ഹെൽപ്പ് കൊണ്ട് നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ ഇൻഫ്ലുവൻസ് ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ചെറിയ ചെറിയ ടാർഗറ്റുകൾ എടുത്തു. ഇന്ന് ഞാൻ ഒരു ദിവസം 10,000 MRP സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ കഴിഞ്ഞ മാസം ഞാൻ 1 lakh BV ന്യൂട്രിചാർജ് ചെയ്തു. എനിക്കിപ്പോ അതിനൊരു എന്താ പറയാ, ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ചെയ്തില്ലെങ്കിൽ ഉള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഓരോ ദിവസം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ, ഇതെല്ലാം കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം നമുക്ക് വേറൊരു ജോലിയൊന്നും കിട്ടില്ല. ഇപ്പൊ നേഴ്സിംഗിന്റെ ജോലി ഞാൻ ചെയ്യുമ്പോഴായാലും നമ്മൾ പലരുടെ ഭാഗത്തും ഭയങ്കര ടെൻഷൻ അടിച്ച് നമ്മൾ ചെയ്യുന്നു, റെസ്റ്റ് ഇല്ലാതെ ചെയ്യുന്നു, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ ചീത്തവിളി കേൾക്കുന്നു. പക്ഷെ RCM ബിസിനസ് ഇന്ന് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് വീട്ടിലിരുന്ന് എൻ്റെ കുടുംബത്തിനെയും എൻ്റെ മകളെയും എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ്, അല്ലെ എന്താ പറയുക, ജോബല്ല, നമ്മുടെ ബിസിനസ്, RCM ബിസിനസ് ഇത്രയും മനോഹരമായ ഒരു ബിസിനസ് വേറെ ഒന്നും ഇല്ലാന്ന് എനിക്ക് ബോധ്യമായി. ഇനി എന്തായാലും ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ RCMൽ തന്നെ ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഈ ഒരു സന്തോഷം നമ്മുടെ മക്കളിലേക്ക് ഷെയർ ചെയ്യണം. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം. ഏതൊരു പേരൻസ് ആയാലും ഈ 18 വയസ്സ് തികഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു RCMന്റെ ഐഡിയ എടുത്തു കൊടുക്കുക. അവരെ ജീവിതത്തിൽ സെക്യൂർ ആക്കി ഒരു കുടുംബത്തിലേക്ക് നല്ല ആരോഗ്യത്തോടെയും അതുപോലെ ഒരു സാമ്പത്തികമായിട്ടും അവരെ ഉയർച്ചയോടുകൂടി നല്ലൊരു ഫ്രീഡത്തോടുകൂടി ജീവിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് എത്രത്തോളം സന്തോഷമായിരിക്കും. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാലും നമ്മുടെ മക്കൾ സേഫ് ആണെന്നുള്ള ഒരു ധൈര്യത്തോടു കൂടി നമുക്ക് കണ്ണടയ്ക്കാം അല്ലെ എന്ന തീരുമാനം നമ്മൾ എടുക്കുക. 18 വയസ്സ് തികഞ്ഞ്
കുട്ടികൾക്ക് എല്ലാവർക്കും RCMന്റെ ഐഡിയ എടുത്തു കൊടുക്കുക. എന്നെ പോലെ തന്നെ അവരെയും ചെറിയ ചെറിയ രീതിയിൽ ബിസിനസ് പഠിപ്പിച്ച് അവർക്ക് നല്ലൊരു ഏജ് എത്തുമ്പോഴത്തേക്കും നല്ലൊരു വരുമാനത്തിലേക്കും ആരോഗ്യത്തിലേക്കും എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഞാൻ കൗൺസിലിംഗ് കോഴ്സ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സും നമ്മുടെ കുട്ടികളെ അതിനകത്ത് പങ്കുചേർക്കുക. അതുപോലെ നമ്മുടെ ഇവിടെയുള്ള ഓരോ ലേഡീസ് ആയാലും പുരുഷന്മാരായാലും എല്ലാവരും ചെയ്യുക. അതിൽ നമ്മൾ ആ കോഴ്സ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ ഓരോ അവയവങ്ങളെ കുറിച്ചായാലും നമ്മൾ എങ്ങനെ സെയിൽ ചെയ്യണം, മറ്റുള്ളവരെ എങ്ങനെ ഡീൽ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ആ കോഴ്സിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ അതിനകത്ത് വിലയിട്ട് ഒരിക്കലും തൂക്കി മരിക്കാവുന്ന ഒരു കോഴ്സ് അല്ല അത്. നമുക്ക് നമ്മുടെ ഒരു എന്താ പറയാ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും നമുക്ക് നല്ലൊരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റെടുത്ത് ആ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ മാത്രം പോലെ അതിനെക്കുറിച്ച് പഠിച്ച് നമ്മൾ പോയി ഇംപ്ലിമെന്റ് ചെയ്യാനും കൂടെ റെഡിയാവുക. ആളുകളിലേക്ക് ഇറങ്ങി ചെന്ന് ന്യൂട്രിചാർജ് സപ്ലിമെന്റ് കൊടുക്കാനും റെഡിയാവുക. എന്നാൽ മാത്രമേ നമുക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വരുള്ളൂ, അതിൽ നമുക്ക് സക്സസ് കിട്ടുള്ളൂ. ഇതില് ഞാൻ നല്ല എന്താ പറയാ ആ കോഴ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു, ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത മൊഡ്യൂൾസ് നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല രസകരമായ കോഴ്സാണ്. ഒരു കമ്പനി ഇതുവരെ നമുക്ക് തന്നിട്ടില്ല അത്രയും വണ്ടർഫുൾ ആയിട്ടൊരു കോഴ്സ്. എല്ലാവരും അത് അറ്റൻഡ് ചെയ്യണം. ഇപ്പൊ ഫീസ് നമ്മൾ പറഞ്ഞു 15-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആന്ന് പറഞ്ഞു. ആ ഡേറ്റ് വരെ നോക്കിയിരിക്കരുത്, എല്ലാവരും അത് അറ്റൻഡ് ചെയ്യുക. ഇനി അറ്റൻഡ് ചെയ്യാൻ മടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ന്യൂട്രിചാർജ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് വാല്യബിൾ ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഇറങ്ങി ചെന്ന് നിന്ന് തല ഉയർത്തി നിന്ന് നമുക്ക് ന്യൂട്രിചാർജ് സെയിൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് അതെല്ലാവരും അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പേരൻസ്, നമ്മുടെ പെൺമക്കളെ ഒന്ന് കെയർ ചെയ്ത് അവരെ ലാസ്റ്റ് ഒരു വീരാംഗനയായിട്ട്, നമ്മുടെ മനുഷ്യമ്മയുടെ ഒക്കെ പറയുന്ന മാതിരി നമ്മളൊരു വീരാംഗനയായിട്ട് എല്ലാം കൊണ്ടും ബിസിനസ് സെയിലായാലും പേഴ്സണാലിറ്റിയിലായാലും നമ്മുടെ ഓരോ നമ്മൾ പെരുമാറുന്ന രീതിയും എല്ലാം കൊണ്ടും നമ്മളൊരു നല്ലൊരു വീരാംഗനയായിട്ട് നാഷണൽ ലെവൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് 2 വാക്ക് സംസാരിക്കാവുന്ന രീതിയിൽ ഉയർന്നു വരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. RCM മനീഷ മഠത്തിന്റെ എക്സലന്റ് പ്രോഗ്രാം ആയിരുന്നു. എല്ലാ പേരൻസിനും കണ്ണ് തുറക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിൽ നിന്നും മനസ്സിലായില്ലെങ്കിൽ എന്തായാലും RCM ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന ആളുകള് പേരൻസ് എല്ലാവരും നമ്മുടെ മക്കളെ സേഫ് ആക്കി വെക്കുക. നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നവരെ നമ്മൾ സേഫ് ആക്കി അവർക്ക് ആരോഗ്യം വെൽത്തും കൊടുത്ത് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മനീഷ മാഡം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Rajni, love you so much.